കുട്ടികളെയും മറ്റ് മാധ്യമപ്രവർത്തകരെയും എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എന്നിൽ നിശ്ചിതമായ കടമ. ഈ മഹത്തായ പരിപാടിക്ക് സ്വാഗതം ആശംസിക്കുവാൻ അവസരം നൽകിയ അള്ളാഹുവിനെ ഞാൻ സ്തുതിക്കുകയാണ്. നവോത്ഥാന സമ്മേളനം 1914-2014 ഈ 100 വർഷം ഇതിനുവേണ്ടി പണിയെടുത്ത യശസ്വിശീലരായ നേതാക്കളും അതുപോലെ ജീവിച്ചിരിക്കുന്ന നേതാക്കളും പ്രവർത്തകരും നൂറുകണക്കിനുണ്ട്. ലജ്ജത്തുൽ മുമ്പയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രവർത്തനം 100% സംശുദ്ധവും സത്യസന്ധവും സേവന വ്യവസ്ഥകൾക്ക് വിധേയമായി മാറി. ഒരുപാട് സംഘടനകൾ നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്നു. പക്ഷെ ലജ്ജത്തുൽ മുമ്പയെ പോലെ കാലാകാലങ്ങളായി വളരെ കറക്റ്റായി ദീനിന്റെ വിധിവിലക്കുകൾക്ക് അനുസൃതമായി യാതൊരു കളങ്കത്തിനും ഇടം നൽകാതെ പ്രവർത്തിച്ചു വരുന്ന പ്രസ്ഥാനം വളരെ വിരളമാണ്. അതിൽ ഒന്നാണ് ലജ്ജത്തുൽ മുമ്പ്. സ്ഥാപക നേതാവായ കാക്കായം ബാവ സാഹിബ്, അദ്ദേഹം മുതൽ ഇങ്ങോട്ട് ഇപ്പോഴത്തെ പ്രസിഡന്റായ ജനാബ് എം നസീർ സാഹിബും ജനറൽ സെക്രട്ടറി അബീ മുഹമ്മദും വരെ എത്രയോ കഴിവുറ്റ ആളുകൾ ഈ പ്രസ്ഥാനത്തെ കാലാകാലങ്ങളിൽ നിയന്ത്രിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. AR സുലൈമാൻ സേട്ട്, അബ്ദുറഹ്മാൻ സേട്ട്, PS മുഹമ്മദ്, മമ്മൂക്ക, മൂസ സേട്ട്, ജാനി സേട്ട്, അക്ക സാഹിബ്, KP മിസ്ലി സാഹിബ്,
അഡ്വക്കേറ്റ് റഷീദ് സാഹിബ്, അങ്ങനെ പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് മഹാന്മാരുടെ പേര് പറയാനുണ്ട്. സമയക്കുറവുണ്ടായി കിടക്കുന്നില്ല. അവരൊക്കെ ധീര നേതൃത്വം നൽകി ഈ പ്രസ്ഥാനത്തെ തഴച്ചു വളർത്തി. അതിന്റെ ഫലമായി ഈ ആലപ്പുഴയെ ലോകത്തിന്റെ നിറയിലെത്തിക്കുവാൻ ഈ പ്രസ്ഥാനത്തിന് കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷത്തോടുകൂടി നമ്മൾ സ്മരിക്കേണ്ട കാര്യമാണ്. പൊടിക്കൈ പ്രയോഗങ്ങളൊന്നും നമ്മൾ നടത്താറില്ല, ഇതിനൊന്നും നടത്താറില്ല. സത്യസന്ധമായ പദ്ധതികൾ മാത്രം ആലോചിക്കുകയും നടപ്പിലാക്കുകയും അത് ഫലപ്രദമായി കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് ലജനത്ത് മുഹമ്മദ് ഇതുവരെ നടത്തി വന്നിട്ടുള്ളത്. ഒരു കൈനോട്ടക്കാരൻ്റെ അടുത്ത് ഒരാൾ വന്ന് ചോദിച്ചു, എൻ്റെ കൈയൊന്ന് നോക്കണമെന്ന് പറഞ്ഞു. അപ്പൊ കൈനോട്ടക്കാരൻ കൈ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് 2 കുട്ടികളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നോക്കാൻ വന്ന ആൾ പറഞ്ഞു, അല്ല എനിക്ക് 4 മക്കളുണ്ട്. അപ്പൊ കൈനോട്ടക്കാരൻ ഒരു പടേരി ഇറങ്ങി. അയാൾ പറഞ്ഞു, ഒന്നാലും കൊണ്ട് ഇടതേ കാണിക്ക്, ബാക്കി 2 അതി കാണും. അങ്ങനെയുള്ള പൊടിക്കൈകളൊന്നും ലജനത്ത് മുഹമ്മദിയാക്കില്ല. ഈ പ്രസ്ഥാനത്തെ ഈ രീതിയിൽ വളർത്തി ഉയർത്തി കൊണ്ടുവന്നതിന്റെ പിന്നിലുള്ള ചെയ്ത വികാരം അത് തന്നെയാണ്. അതുപോലുള്ള സത്യസന്ധമായ പ്രവർത്തന ബന്ധാവാണ് ഈ പ്രസ്ഥാനം വളർന്ന വലുതായി വലിയ വൃക്ഷമായി മാറിയിരിക്കുന്നത്. ഇതിന്റെ കീഴിൽ ഒരുപാട് ആളുകൾ, ഒരുപാട് വിദ്യാർത്ഥികൾ, അവശത അനുഭവിക്കുന്നവർ, വിവിധ മഹല്ല് ജമാഅത്ത് കമ്മിറ്റികൾ, ആലപ്പുഴയുടെ പൗരാവലി ഒന്നടങ്കം ഗുണം അനുഭവിക്കുന്നത് അതുകൊണ്ടാണ്. 1500 കുട്ടികൾ പഠിക്കുന്ന ഹയർ സെക്കൻഡറി സ്കൂൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഗ്രന്ഥശാല, വായനശാല സംവിധാനങ്ങളും ഈ പ്രസ്ഥാനം നടത്തുന്നതിനൊപ്പം നവോത്ഥാന തുടർ പരിപാടി നിലയിൽ ഈ 100ാം വാർഷികവുമായി ബന്ധപ്പെട്ട് കുറേ പദ്ധതികളും പരിപാടികളും ഈ പ്രസ്ഥാനം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് പലതും തുടങ്ങി കഴിഞ്ഞു. ഈ പ്രസ്ഥാനത്തിന് ഈ രീതിയിലുള്ള ഉന്നമന പ്രവർത്തനങ്ങൾ നടത്തുവാൻ ആവശ്യമായ സംവിധാനം ഒരുക്കെടുക്കുന്നതിന് ഒരു മുഖ്യ ഘടകം ഉണ്ട്. അത് ആരും വിസ്മരിച്ചു പോയിട്ട് കാര്യമില്ല. അതെന്താണെന്ന് ചോദിച്ചാൽ, ആലപ്പുഴ അമ്പലപ്പുഴ മണ്ഡലത്തിന്റെ തെക്കേ അറ്റത്ത് 5 ഏക്കർ സ്ഥലം ഈ പ്രസ്ഥാനത്തിൽ വിലക്കെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ ഈ അടുത്ത കാലഘട്ടത്തിന്റെ വികസനം. ഈ 5 ഏക്കർ സ്ഥലം എന്ന് പറയുന്നത് ഇന്ന് കോടികൾ വിലമതിക്കുന്ന, കോടികൾ ആസ്തി ഉണ്ടാകുന്ന ഒരു മഹത്തായ സംവിധാനമാണ്. അത് നേടിയെടുക്കുവാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന പ്രസിഡന്റ്, സെക്രട്ടറി പോലെയുള്ള ഭരണ സംവിധാനങ്ങൾ, അതോട് ബന്ധപ്പെടുന്ന ആളുകൾ, അതോട് ബന്ധപ്പെടുന്ന സെൻട്രൽ കൗൺസിൽ അംഗങ്ങൾ, മർക്കം കമ്മിറ്റി അംഗങ്ങൾ, മറ്റു ഭാരവാഹികൾ കൂട്ടായി ആലോചിച്ച് പ്രവർത്തിച്ചതിന്റെ ഫലമാണ് ലജനത്ത് മുഹമ്മദിയാക്ക് നിലയിലുള്ള ഈ 3 ഏക്കർ സ്ഥലം കൂടാതെ 5 ഏക്കർ സ്ഥലം കൂടി അമ്പലപ്പുഴ മണ്ഡലത്തിൽ തന്നെ വാങ്ങിക്കുവാനും അത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഇതുപോലെയുള്ള വിദ്യാഭ്യാസം പോലെയുള്ള വ്യവസായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനും കഴിയുന്ന പശ്ചാത്തലത്തേക്ക് മാറ്റിയെടുക്കാൻ കഴിഞ്ഞു. അത് ഉപയോഗിക്കുന്ന ഓരോ മനുഷ്യരുടെയും, ഈ പട്ടണത്തിലെ ഓരോ സഹോദരന്മാരുടെയും മനസ്സാന്നിധ്യത്തിന്റെയും സഹായ സഹകരണത്തിന്റെയും ഫലം കൊണ്ടാണ്. ആ 5 ഏക്കർ ഭൂമിയിൽ നിന്നാണ് ലജനത്ത് മുഹമ്മദിയ പുതിയ ഡെവലപ്മെന്റ് പദ്ധതിയുമായി ഇറങ്ങി വന്നിട്ടുണ്ട്. അവിടെ സ്പെഷ്യാലിറ്റി ആശുപത്രി ഉണ്ടാക്കാൻ പോകും. അതുമായിട്ട് ബന്ധപ്പെട്ട് ആ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ആരോഗ്യരംഗവുമായി ബന്ധപ്പെട്ട വിവിധ ഇനം വിദ്യാഭ്യാസ സംവിധാനങ്ങൾ അതിനോടനുബന്ധിച്ചുണ്ടാക്കാൻ പോകും.
കോടിക്കണക്കിന് രൂപ ചെലവ് വരുന്ന ഒരു ബൃഹത്തായ പദ്ധതിയാണ്. ആ പദ്ധതിക്ക് നജറുൽ മുഹമ്മദിയ ഇട്ടിരിക്കുന്ന പ്ലാനും പദ്ധതി നമ്മുടെ ഗൾഫ് മേഖലയിൽ പണിയെടുക്കുന്ന, രക്തം വെള്ളമാക്കി പണിയെടുക്കുന്ന നമ്മുടെ സഹോദരന്മാരുടെയും ഒരു കൈ സഹായം സ്വീകരിച്ചുകൊണ്ട് അതിലേക്ക് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു മഹത്തായ പരിപാടിക്കാണ് സ്പെഷ്യലാലിറ്റി ഹോസ്പിറ്റലിലൂടെ നജറുൽ മുഹമ്മദിയ ഉന്നം വയ്ക്കുന്നത്. അതുപോലെ തന്നെ ചിന്താഗതിയും രാജ്യത്തിനും സമൂഹത്തിനും സമുദായത്തിനും ഉതകുന്ന രീതിയിൽ വളർത്തിക്കൊണ്ടിരുന്നതിന് നജറുൽ മുഹമ്മദിയ കാലാകാലങ്ങളിൽ വായിച്ച പങ്ക് വളരെ വലുതാണ്. അത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. വരാറില്ല, പക്ഷേ ഈ പ്രസ്ഥാനത്തിനോട് പണിയെടുക്കുക. അവന് എത്രയെത്ര ആളുകൾ, ലീഗ് മുഹമ്മദ്, ഇവർ എത്രയെത്ര ആളുകൾ, അവരൊന്നും മറക്കാനൊക്കെ. അവർ അങ്ങനെ ഒരുപാട് ആളുകൾ ഔദ്യോഗിക സ്ഥാനത്തില്ലെങ്കിലും ഈ പ്രസ്ഥാനത്തെ വളർത്തിക്കൊണ്ട് പണിയെടുത്തിട്ടുണ്ട്. ഏതായാലും നിലവിലുള്ള പ്രസിഡന്റ്, അതുപോലെ സെക്രട്ടറി, അതുപോലെ സംവിധാനങ്ങൾ ഇപ്പം നടക്കുന്ന പുതുച്ചേർത്ത് ആർക്കും കണ്ണടച്ച് ഇല്ല എന്ന് പറയാൻ സാധ്യമല്ല. ഞാൻ അവരെ ഇരുത്തി പോഴുകയല്ല, ഇരുത്തി പോഴുന്നതിൻ്റെ വായിലേക്ക് മണ്ണിൽ കൊടുക്കാനാണ് പ്രവാചകൻ പറഞ്ഞത്. ഞാൻ അവരെ പറയാതിരിക്കാൻ നിർത്തിയില്ല. അപ്പോൾ ഇപ്പോഴത്തെ സംവിധാനം, ഇപ്പോഴത്തെ ഡെവലപ്മെന്റ്, ഇപ്പോഴത്തെ പുതുച്ചേർത്തം ലജനത്ത് മുമ്പുള്ള ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലാണ്, യാതൊരു തർക്കവുമില്ല. മുമ്പ് നടത്തിയിരിക്കുന്ന വികസന പ്രവർത്തനക്കാർക്ക് 10 മടങ്ങ് ഉയർന്ന വികസന പ്രവർത്തനം ഇപ്പോഴത്തെ ഭരണ സംവിധാനത്തിൽ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് ആത്മാഭിമാനത്തോടു കൂടി നെഞ്ചു വിരിച്ച് തുറന്നു പറയുകയാണ് ഈ അവസരം വിനിയോഗിക്കുക. എൻ്റെ പ്രശ്നം ഞാൻ നീട്ടുന്നില്ല. എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം, ഈ മഹത്തായ പ്രസ്ഥാനത്തെ, ആലപ്പുഴയെ ലോകത്തിന് നെറുകയിലെത്തിയ ഈ മഹത്തായ പ്രസ്ഥാനത്തെ വീണ്ടും ഉയർത്തിക്കൊണ്ടുവരികയും അതിൻ്റെ ശീലങ്ങൾ വളരുന്നതനുസരിച്ച് അതിൻ്റെ അടിയിൽ ലഭിക്കുന്ന തണൽ അനുഭവിച്ച് മുന്നോട്ട് പോകാൻ നമ്മൾ ഓരോരുത്തരും സന്നദ്ധരായി രംഗത്തിറങ്ങി പ്രവർത്തിക്കണമെന്ന് വിനയപ്രദർശനം ഇവിടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. ഈ യോഗത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്നത് ഈ പ്രസ്ഥാനത്തിൻ്റെ ദീർഘനാളത്തെ ജനറൽ സെക്രട്ടറി, അദ്ദേഹത്തിന് പ്രസിഡന്റ് ആകാം, പക്ഷേ ജനറൽ സെക്രട്ടറി മതി എന്ന് നിൽക്കുന്ന ആളാണ്. ദീർഘനാളത്തെ ജനറൽ സെക്രട്ടറി. പാരമ്പര്യം പരിശോധിച്ചു കഴിഞ്ഞാൽ ആലപ്പുഴ പൗരാവലിക്ക് ഒരുപാട് സംഭാവന ചെയ്ത കുടുംബത്തിലാണ് അബീ മുഹമ്മദ് സാഹിബ്. അദ്ദേഹത്തെ നിങ്ങൾ പരിചയപ്പെടുത്തുന്ന കാര്യമില്ല, നമ്മുടെയൊക്കെ സന്തത സഹചാരിയാണ്. ആ മഹാനായ അബീ മുഹമ്മദ് സാഹിബിനെ നജറുൽ മുഹമ്മദിയക്ക് വേണ്ടി ഞാൻ ഈ വേദിയിലേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഉദ്ഘാടകരെന്ന് ചോദിക്കാൻ എത്തിച്ചേരും എന്ന് പറഞ്ഞിരിക്കുന്ന ജനാബ് അഹമ്മദ് യൂസഫ് സാഹിബ്, അദ്ദേഹം വന്നുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് എത്തിച്ചേരും എന്ന് വിശ്വസിക്കുന്നു. അദ്ദേഹത്തിന് നിങ്ങൾ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ജനനം കൊണ്ടും ബാല്യം കൊണ്ടും യുവത്വം കൊണ്ടും എല്ലാം ആലപ്പുഴക്കാരാണ്. അദ്ദേഹം സജീവമായി എല്ലാ രംഗത്തും കുറേ നാളുകൊണ്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നവോത്ഥാനം, റിനൈസൻസ് എന്നുള്ള വാക്ക് യൂറോപ്യൻ ചരിത്രത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ നമുക്ക് വന്നിട്ടുള്ളത്. യൂറോപ്പിന്റെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ പുരാതന യൂറോപ്പ്, ഗ്രീക്കുകാരുടെയും റോമക്കാരുടെയൊക്കെ യൂറോപ്പ് വിജ്ഞാനത്തിലും സാഹിത്യത്തിലും ഒക്കെ കലയിലും വളരെ ഉന്നതിയിൽ നിന്ന സംസ്കാരങ്ങളാണ്. എന്നാൽ റോമാ സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം ഉള്ള കാലയളവിനെ ഇരുണ്ട യുഗം എന്നാണ് ചരിത്രകാരന്മാർ പറയുക. ഇരുണ്ട യുഗത്തിന്റെ പ്രത്യേകത ഒന്ന്, ജനഹിതമൊന്നും നോക്കാത്ത രാജാക്കന്മാര് നാടുഭരിക്കുന്നു. അന്ന് യൂറോപ്പിലുണ്ടായിരുന്ന മതം, ക്രിസ്തുമതം, അവരാണെങ്കിലോ ഇതിന്റെ ഭാഗമായിട്ട് മാറി എന്ത് പഠിക്കണം പഠിപ്പിക്കണ്ട എന്നൊക്കെ തീരുമാനിക്കുകയും ചെയ്തതോടുകൂടി
ആ പഴയ നാഗരികതയുടെ പൈതൃകം മുഴുവൻ നഷ്ടപ്പെടുന്ന നിലയിൽ ലോകം ഏതാണ്ട് വളർച്ചയിൽ നിശ്ചലമായി നിന്നപ്പോൾ നിശ്ചലമായി നിൽക്കുന്നതെല്ലാം കെട്ടിക്കിടക്കുന്നതെല്ലാം അഴിവും. അങ്ങനെ യൂറോപ്യൻ സമൂഹമാകെ അഴുക്കിലും തകർച്ചയിലും നിന്ന കാലത്ത് അതിൽ നിന്നൊരു വിടുതൽ അതെങ്ങനെയാണ്? നേരത്തെ ഉണ്ടായിരുന്ന നന്മയെ ഉയർത്തുക, അത് വീണ്ടെടുക്കുക, അതിനെ പുതിയ കാലഘട്ടത്തിന് അനുസൃതമായിട്ട് വ്യാഖ്യാനിക്കുക. പഴയതിനെ അതേപടി എടുത്തു വെക്കലല്ല, അരിസ്റ്റോട്ടേലിയൻ തത്വചിന്തയെ അതേപടി ആവർത്തിക്കുകയല്ല, അവിടെ നിന്ന് എങ്ങനെ മുന്നോട്ട് പോകാം, ആ മഹനീയമായ പഴമയുടെ തുടർച്ചയെ ഇന്നത്തെ കാലഘട്ടത്തിൽ കണ്ടെത്തുക. ഇതാണ് നവോത്ഥാനം ചെയ്യുന്നത്. ഈ നവോത്ഥാനത്തില് ഇസ്ലാം വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുകയുണ്ടായി. അത് നമ്മുടെ ചരിത്ര പുസ്തകത്തിലൊന്നും അത്രയധികം വരാത്ത ഒന്നാണ്. കാരണം പഴയ ഗ്രീക്ക് തത്വചിന്തകൾ, അതുപോലുള്ള ശാസ്ത്രം, ഗണിതം, ഇവയൊക്കെ യൂറോപ്പിൽ നിഷിദ്ധമായ കാലത്ത് അറബ് പണ്ഡിതന്മാരാണ് അവയെ അറബ് ഭാഷയിലേക്ക് ഭാഷാന്തരീകരിച്ച് സൂക്ഷിച്ചത്. ആ വിജ്ഞാന പൈതൃകം സ്പാനിഷ്, ഫ്രഞ്ച് സർവകലാശാലകളൊക്കെ വഴി നവോത്ഥാന കാലഘട്ടത്തിൽ വീണ്ടും യൂറോപ്പിന്റെ തുടർച്ചയായിട്ട് മാറി. ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് മധ്യകാല യുഗത്തിന്റെ തുടക്കത്തില് യൂറോപ്യൻ വിജ്ഞാന ഭണ്ഡാരത്തെ നിലനിർത്തുക, അതിൽ സാരവത്തായി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് ഇസ്ലാമിക് പണ്ഡിതന്മാര് നിർവഹിച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ ഇവിടെ നമ്മുടെ ഈ സമ്മേളനത്തില് നവോത്ഥാനത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ടത് അങ്ങനെയുള്ള ഒരു വിജ്ഞാനത്തിന് വേണ്ടിയുള്ള ഒരു പൈതൃകത്തെ, ആ പൈതൃകത്തെ എങ്ങനെ സമകാലീന പശ്ചാത്തലത്തിൽ നമുക്ക് പുനരുദ്ധാനം ചെയ്യാൻ പറ്റും, വീണ്ടെടുക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചാണ്. ഇത് കേരളത്തില് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം കേരളത്തിലെ നവോത്ഥാനം എടുത്തു കഴിഞ്ഞാല് നമുക്ക് വക്കം മൗലവിയുടെയും അതുപോലുള്ള നവോത്ഥാന നായകരുടെയൊക്കെ പാരമ്പര്യങ്ങൾ ഉണ്ടെങ്കിലും മൊത്തത്തിലെടുത്താൽ 19ാം നൂറ്റാണ്ട് ഉത്തരാർദ്ധത്തിൽ ആരംഭിക്കുന്ന കേരള നവോത്ഥാനത്തോട് പുറംതിരിഞ്ഞു നിൽക്കുന്നൊരു പ്രവണത മുസ്ലിം സമുദായത്തിനുണ്ടായിട്ടുണ്ട്. അത് യാദൃച്ഛികമായിട്ട് വന്നു ഭവിച്ചിട്ടുള്ള ഒന്നല്ല. 19ാം നൂറ്റാണ്ടിന്റെ മധ്യത്തില് ബ്രിട്ടീഷ് ഭരണം കേരളത്തെ കീഴ്പ്പെടുത്തുന്നു. അതിൽ തന്നെ മലബാറില് അവര് നേരിട്ടുള്ള ഭരണത്തിലേക്ക് വരുന്നു. അങ്ങനെ നേരിട്ടുള്ള ഭരണത്തിലേക്ക് വന്നപ്പോ അവര് വരുത്തിയ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഒരു പ്രധാനപ്പെട്ട മാറ്റം ടിപ്പുവിന്റെ ആക്രമണ കാലത്ത് മലബാറിലുണ്ടായിരുന്ന നായർ നമ്പൂരി ജന്മിമാരൊക്കെ അവിടം വിട്ടുകൂടി തിരുവിതാംകൂറിലേക്ക്. അങ്ങനെ മലബാറിലെ ജന്മിമാരില്ലാതാവുകയും അവിടുത്തെ കൃഷിഭൂമി കുടിയാന്മാരുടേതായിട്ട് മാറുകയും ചെയ്തു. നമ്മുടെ തിരുവിതാംകൂറില് മർത്താണ്ഡവർമ്മ ചെയ്ത ഒരു പണിയാണ് അവിടെ ടിപ്പു ചെയ്തതെന്ന് പറയുന്നത്. മർത്താണ്ഡവർമ്മ ഇവിടെ എന്താ ചെയ്തത്? അദ്ദേഹം വേണാട് എന്ന് പറയുന്ന ഒരു കൊച്ചു രാജ്യത്തിന്റെ അധിപൻ മാത്രമായിരുന്നു. അതുപോലെ എത്ര എണ്ണം നമ്മുടെ നാട്ടിൽ ചെമ്പശ്ശേരി, അങ്ങനെ 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 കരപ്പുറത്ത് തന്നെ വേറൊരു രാജാവ്, ഇങ്ങനെ എത്ര രാജാക്കൾ. നാടുവാഴി
ഈ നാടുവാഴികളെ ഓരോന്നിനെ കീഴ്പ്പെടുത്തുമ്പോ അവരുടെ സ്വത്തുക്കളൊക്കെ ഭണ്ഡാരവകയായിട്ട് മാറി. അതുവരെ ഇല്ലാത്ത നാട്ടിടപ്പാണ്. പണ്ടത്തെ നാട്ടിടപ്രകാരം ഒരു നാടുവാഴി മറ്റു നാടുവാഴിയെ കീഴ്പ്പെടുത്തി കഴിഞ്ഞാൽ തോറ്റു സമ്മതിച്ചു സുല്ലെന്ന് പറഞ്ഞ രണ്ടുപേരും പിന്നെ പഴയ ലാവണത്തിലേക്ക് പോയി. മാർത്താണ്ഡവർമ്മയാണ് അത് അവസാനിപ്പിച്ചത്. 8 വീട്ടിൽ പിള്ളമാരെ എല്ലാം കൊന്നൊടുക്കി അവരുടെ സ്വത്തും എല്ലാം കണ്ടുകെട്ടി. അങ്ങനെ അന്നത്തെ നാടുവാഴത്തെ വ്യവസ്ഥയ്ക്ക് വലിയ പ്രഹരമേൽപ്പിക്കുകയും ആരാണോ കൃഷി ചെയ്തിരുന്നത് അവർക്ക് ഭൂമി എത്തിച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് തിരുവിതാംകൂറിലെ മലബാറിന് വ്യത്യസ്തമായിട്ട് ഭൂമിയെ കൈകൊണ്ടോടാത്ത ജന്മിമാർക്ക് പകരം ഭൂമിയെ നേരിട്ട് കൃഷിയുടെ മേൽനോട്ടമെങ്കിലും വഹിക്കുന്ന ഒരുപാട് സമ്പന്ന കൃഷിക്കാർ വന്നു. മലബാറിലും ഇങ്ങനെ വന്നേനെ. ഇവിടെ അങ്ങനെ സമ്പന്ന കൃഷിക്കാർ വന്നപ്പോ അവിടുത്തെ ഓരോ പ്രമാണിമാര് അവരുടെ വീടുകളിൽ പള്ളിക്കൂടങ്ങൾ ആരംഭിച്ചു. വലിയ വലിയ തറവാട്ടുകാര് പള്ളിക്കൂടം നടത്തും. അവിടെ അടുത്തുള്ള ആൾക്കാർ ദൂരത്തുള്ളവരും വന്ന് പഠിക്കും. ഈ കുടിപ്പള്ളിക്കൂടങ്ങളൊക്കെയാണ് പിന്നീട് രാജാവ് ധനസഹായം നൽകാൻ തീരുമാനിച്ചപ്പോ സ്കൂളുകളായിട്ടൊക്കെ വന്നത്. എന്നാൽ മലബാറിൽ ടിപ്പുവിനെ തകർത്ത ബ്രിട്ടീഷുകാർ ഈ ഓടിപ്പോയ ജന്മിമാരെ എല്ലാം കൊണ്ടുവന്ന് വീണ്ടും പ്രതിഷ്ഠിച്ചു. അങ്ങനെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞപ്പോ കിട്ടിയ ഭൂമിയൊക്കെ നഷ്ടപ്പെട്ടു. പഴയ ജന്മിമാരായിട്ടല്ല, ബ്രിട്ടീഷുകാരുടെ നാട്ടിൽ ജന്മിക്കുന്ന അവകാശമുണ്ടോ ആ അവകാശമെല്ലാം കൊടുത്തു. നമ്മുടെ നാട്ടില് ജന്മിക്ക് എല്ലാ അവകാശവും ഉണ്ടായിരുന്നില്ല. ജന്മിക്ക് അവകാശമുള്ള പോലെ തന്നെ പാരമ്പര്യമായിട്ടുള്ള ചില കടമകളും ഉണ്ട്. കടമകളെ വിസ്മരിക്കുന്ന അവകാശം മാത്രമുള്ള ജന്മിത്വത്തെ ബ്രിട്ടീഷുകാർ വെച്ചപ്പോ കൃഷിക്കാർക്ക് വലിയ നഷ്ടം വന്നു. കൃഷിക്കാരുടെ ജീവൻ തന്നെ തകർന്നു. യഥാർത്ഥത്തില് കാത്ലിൻ ഗൗ എന്ന് പറയുന്ന വലിയൊരു പണ്ഡിതയുണ്ട്, കനേഡിയൻ പണ്ഡിതയായിരുന്നു. അവര് കേരളത്തെക്കുറിച്ചുള്ള പഠനത്തില് അക്കാലത്തെ മദ്രസകളുടെ എണ്ണം, കുടിപ്പള്ളിക്കൂടങ്ങളുടെ എണ്ണം, ഇതിനൊക്കെ ചില പ്രദേശങ്ങളിലെ കണക്കുകൾ കിട്ടുന്നതെല്ലാം കൂട്ടിവെച്ചിട്ട് അവര് പറയുന്നുണ്ട് ബ്രിട്ടീഷ് ആധിപത്യത്തിന് മുമ്പ് തിരുവിതാംകൂറിനേക്കാൾ വളർച്ചയിൽ വികസനത്തിൽ മുന്നിട്ട് നിന്നത്, സാക്ഷരതയിൽ മുന്നിട്ട് നിന്നത് മലബാറായിരുന്നു. മദ്രസകളുടെ എണ്ണം വെച്ചിട്ടാണ് വെക്കുന്നത്. എന്നാൽ ബ്രിട്ടീഷ് ആധിപത്യം വരുന്നതോട് മാറുകയാണ്. ഇവിടെ മാർത്താണ്ഡവർമ്മ ഞാൻ നേരത്തെ പോലെ സമ്പന്ന കൃഷിക്കാരെ ഉണ്ടാക്കി. ആ സമ്പന്ന കൃഷിക്കാർ കുടിപ്പുള്ളിക്കുളങ്ങളൊക്കെ തുറന്നു വന്നു. എന്നാൽ മലബാറിലാവട്ടെ പഴയ ജന്മിമാർ തിരിച്ചു വന്ന് കൃഷിക്കാരുണ്ടാക്കുന്നതെല്ലാം ഊറ്റിവലിച്ചെടുത്തോടുകൂടി പഴയ മദ്രസകൾ തന്നെ അവരുടെ പ്രേതങ്ങളായിട്ട് മാറി. വിദ്യാഭ്യാസത്തിൽ പിന്നീട് നിങ്ങൾക്ക് കാണാം തിരുവിതാംകൂറിനെ അപേക്ഷിച്ച് മലബാർ പിന്നോക്കം പോയി. ആ പിന്നോക്കം പോക്കില് ഏറ്റവും പിന്നോട്ട് പോയത് മുസ്ലിം സമുദായം. കാരണം എന്താ? അവിടുത്തെ കൃഷിക്കാർ തങ്ങളുടെ അവകാശങ്ങൾ നഷ്ടപ്പെട്ടപ്പോ ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് 19ാം നൂറ്റാണ്ട് മധ്യം മുതല് ഒട്ടനവധി കലാപതങ്ങൾ, ചെറുതും വലുതും, അനീതിക്കെതിരായി, ബ്രിട്ടീഷ് ഭരണത്തിനെതിരായി, വെളുത്ത ചെകുത്തനെതിരായി സമരവും പ്രക്ഷോഭവും കലാപങ്ങളും. ഏതാണ്ട് ലോകം തന്നെ പറയുന്നത് 40 കലാപങ്ങളുടെ പേര് അദ്ദേഹം എന്ന് പറയുന്നു. ലോകനെ ഇങ്ങനെ പഠിക്കാൻ വേണ്ടി വിടാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നിരന്തര കലാപം വന്ന പിന്നെ കാരണമുണ്ട്. അപ്പൊ സാഹിത്യത്തിൽ പഠിച്ച് നോക്കിയപ്പോഴാണ് അവസാനം കണ്ടെത്തിയത് ഈ ഗൂഢമേല വന്ന ബന്ധത്തിൽ വന്ന മാറ്റമാണ്. അങ്ങനെ ഇതിനെയൊക്കെ അടിച്ചമർത്താൻ ഏറ്റവും നീചമായ അടിച്ചമർത്തല് 1921 അടിച്ചമർത്തലാണ്. ഈ അടിച്ചമർത്തലിന്റെ ഫലമായിട്ട് അതിനെ പ്രതിരോധിക്കാൻ കഴിയാതെ വരുമ്പോ മനുഷ്യന്റെ പ്രതിരോധം എന്താ? നമുക്കൊന്ന് എതിർത്ത് തോപ്പിക്കാൻ പറ്റാൻ വരുമ്പോ മനുഷ്യന്റെ പ്രതിരോധം ഉൾവലിയുക എന്നുള്ളതാണ്. നമ്മളിലേക്ക് ചുരുങ്ങുക, നിങ്ങളെ നിഷേധിക്കാം, നിങ്ങളുമായിട്ട് സന്ധി ചെയ്യാൻ പറ്റില്ല. സന്ധി ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ എതിർപ്പെങ്ങനെ കാണിക്കുന്നത്? എതിർത്ത് തോപ്പിക്കാനും കഴിയില്ല. ഉൾവലിയ, ഇതിനെ നിഷേധിക്കുക. അങ്ങനെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തോട്, അതുപോലെ ഈ ഔപചാരിക വിദ്യാഭ്യാസത്തോടും എല്ലാത്തിനോടും മുഖം തിരിച്ചു നിൽക്കുന്ന ഉൾവലിയൽ വന്നു ചേർന്നു എന്നാണ്. ഇതാണ് ചരിത്രം എന്ന് പറയുന്നത്. അല്ലാതെ യാദർച്ഛികമായിട്ടോ
സമുദായത്തിന്റെ എന്തെങ്കിലും പ്രത്യേക തനതായ സ്വഭാവ വൈശിഷ്ട്യം കൊണ്ടുമല്ല, ഈ ചരിത്രപരമായ പശ്ചാത്തലം കൊണ്ടാണ്. ഇതാണ് നമ്മുടെ മുസ്ലിം സമുദായത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് കാണുന്ന പിന്നോക്കാവസ്ഥയുടെ ചരിത്രപരമായ വേരുകൾ എന്ന് ഞാൻ പറയും. അതേസമയത്ത് കേരളത്തിലെ മറ്റു പല സമുദായങ്ങളും വളർന്നു വരുന്ന പുതിയ കാലഘട്ടം അത് മുതലാളിത്തത്തിൻ്റെതാണ്, വ്യവസായത്തിൻ്റെയാണ്, വ്യാപാരത്തിൻ്റെതാണ്. അവിടെ അക്ഷരാഭ്യാസം ഉണ്ടെങ്കിലേ വളരാൻ പോകും, മുന്നോട്ട് പോകാൻ പറ്റൂ എന്നുള്ളത് കണ്ടിട്ട് തുടങ്ങി വെച്ചത് മിഷണറിമാരാണ്. പക്ഷെ അവരല്ല കേരളത്തെ സാക്ഷരതാക്കുന്നത്. മിഷണറിമാരുടെ സ്കൂൾ എത്ര വരും? ഏറിയ 60 സ്കൂള്. അതാണ് മിഷണറിമാരുടെ സ്കൂളുകളുടെ എണ്ണം. അത് വെച്ചിട്ട് കേരളം സാക്ഷരതായത്. പക്ഷെ അവർ കാണിച്ച ആ മാതൃക കേരളത്തിൽ വ്യാപിപ്പിക്കുന്നതിന് പല സമുദായങ്ങളും മുന്നോട്ട്. അതിലെ 19ാം നൂറ്റാണ്ടിൽ ഏറ്റവും ഇതിനെ മുന്നിലെടുത്ത ആളാണ് ഇപ്പോ പുണ്യാളനായിട്ട് അംഗീകരിച്ചിട്ടുള്ള ചൗറ കുര്യാക്കോസ് ഏലിയാസ്. ആ മേഖലയിലെ നവോത്ഥാന നായകനായിട്ട് 19ാം നൂറ്റാണ്ടിൽ തന്നെ മറ്റു പല സമുദായങ്ങളും വരുന്നതിന് മുമ്പ് മുന്നിട്ടിറങ്ങിയ വ്യക്തിയാണ്. ഇത്തരത്തിലുള്ള പ്രവണതകൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. അങ്ങനെ എവിടെയൊക്കെയാണ് ഈ പുതിയ നവോത്ഥാന പ്രവണതകൾ വന്നതെന്ന് പരിശോധിക്കുമ്പോൾ ഇവിടെ ലജനത്ത് മുഹമ്മദീയ പോലുള്ള സംഘടനകളിലേക്ക് പ്രാദേശികമായ ഇടപെടലുകളിലേക്കാണ് വരുന്നത്. മുസ്ലിം സമുദായത്തിലെ ഈ നവോത്ഥാന ഇടപെടൽ മറ്റ് സമുദായങ്ങളിൽ വ്യത്യസ്തമാണ്. വ്യത്യസ്തത എന്താ? അവിടെയല്ല ഒരു അഖില കേരള അടിസ്ഥാനത്തിലുള്ള നവോത്ഥാന പ്രക്രിയ വരും. അത് ചവറ അച്ഛനാണെങ്കിൽ ക്രിസ്ത്യൻ സമുദായമാകെ പള്ളിയുണ്ടെങ്കിൽ പള്ളിക്കൂടം, അതിനത്ര ഗോവേന്ത, ഇതിന്റെ ഇങ്ങനെ സൂത്രവാക്യത്തിലേക്ക് മാറി. അയ്യങ്കാളിയാണെങ്കിൽ ശ്രീനാരായണ ഗുരുവാണ്. ഇവരെല്ലാവരുടെയും ഇടപെടല് നമുക്ക് ഒരു ചുരുങ്ങിയത് അഖില തിരുവിതാംകൂർ അടിസ്ഥാനത്തെങ്കിലും കാണാൻ പറ്റും. പലരും പ്രാദേശികമായിട്ടാണ് തുടക്കം. ഞാൻ നമ്മുടെ ചേർത്തല താലൂക്കിലെ ഈ 20ാം നൂറ്റാണ്ട് ആരംഭത്തിൽ ഉണ്ടായിട്ടുള്ള ഈഴവ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാന ലിസ്റ്റ് എടുക്കാൻ ഏതാണ്ട് 31ഓളം സംഘങ്ങൾ ഇങ്ങനെ ഉണ്ടെങ്കിലും ശ്രീനാരായണ ഗുരു പ്രസ്ഥാനം കൊണ്ടുവന്ന ഒരു വലിയൊരു ആവരണം അഖില കേരള അടിസ്ഥാനം, അതിന് കീഴ്പ്പെട്ട് അതിൽ അലയിഞ്ഞു ചേരുന്ന സ്ത്രീയാണ്. എന്നാൽ ഇതിവിടെ ഉണ്ടാവില്ല. എന്റെ അർത്ഥം നവോത്ഥാനം എന്നല്ല. ആ നവോത്ഥാനത്തിന് പേര് വേണമെങ്കിൽ ലളിത് മുഹമ്മദീയ പോലുള്ള പ്രാദേശികമായ സംഘടനകള്, പ്രാദേശികമായിട്ട് വലിയ ഉൾക്കാഴ്ചയോടുകൂടി ഇടപെടുന്ന ആളുകളെ നമുക്ക് കാണേണ്ടി വരും. വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി, സ്കൂളുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി എന്ന് മാത്രമല്ല, ഇസ്ലാം ചിന്തയെ തന്നെ പുതിയ കാലഘട്ടത്തിനനുസൃതമായിട്ട് വ്യാഖ്യാനിക്കുകയോ വിളക്കി ചേർക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്നു. ഞാൻ അതിനെക്കുറിച്ച് വളരെ ദീർഘമായിട്ട് പ്രതിപാദിക്കാനുള്ള പ്രാപ്തനായിട്ടുള്ള ആളായിട്ട് ഞാൻ കരുതുന്നു. പക്ഷെ ഇത് വളരെ വ്യക്തം ഇത്തരത്തിൽ നോക്കണം. അതാണ് ഇന്ന് നമ്മള് ശതാബ്ദി ആഘോഷം നടത്തുമ്പോൾ ഇതിന്റെ പ്രാധാന്യവും പ്രസക്തി എന്ന് പറയുന്നത്. ഇവിടെ ഗേറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ആ ഗേറ്റുകൾ ഓരോന്നും ഇവിടുത്തെ ഈ ഒരു വളർച്ചയില് വലിയ സംഭാവന ചെയ്തിട്ടുണ്ട്. ഞാൻ PS മുഹമ്മദിനെ കണ്ടിട്ടുണ്ട്. എവിടെയാണ്? ഓ ഇത് PS മുഹമ്മദ് പേര് പറയാൻ വെച്ച് കഴിഞ്ഞാൽ അത് തുടക്കം ഇവിടുന്നാണ്. തൊഴിലാളി നേതാവായിട്ട് ഇവിടെ ട്രാവൻകൂർ ലേബർ അസോസിയേഷന്റെ 20കളിലെ നേതാവാണ്. 20കളുടെ അവസാനത്തിൽ 30കളാകുമ്പോഴാണ് അദ്ദേഹം അവിടെ നിന്ന് മാറുന്നത്. പക്ഷെ നമ്മുടെ ഈ ആലപ്പുഴ നഗരത്തിന്റെ എല്ലാ തലങ്ങളിലുമുള്ള ഒരു ഐസ്പർശം, ഒരു ഒപ്പുണ്ട് ഇങ്ങനെയുള്ള പല വ്യക്തികൾക്ക്. യഥാർത്ഥത്തില് ഞാൻ 1891 സെൻസസ് എടുത്ത് നോക്കിയപ്പോൾ വളരെ കൗതുകരമായിട്ടുള്ള ഒരു ചിത്രം കാണുകയുള്ളൂ.
ഞാൻ ഈ ആലപ്പുഴയുടെ 19-ാം നൂറ്റാണ്ടിലും 18-ാം നൂറ്റാണ്ടിലെ ചരിത്രം എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും നോക്കിയാൽ മതി. എനിക്ക് വലിയൊരു പ്രശ്നം കിട്ടിയിട്ടുണ്ട്. ഇവിടെ വന്ന ആദ്യത്തെ മിഷണറി തോമസ് നോട്ടൻ, അദ്ദേഹത്തിന്റെ 200ഓളം കത്തുകൾ ബർമിംഗ്ഹാം സർവകലാശാലയിൽ അതിന്റെ പകർപ്പുകൾ എടുത്തുകൊണ്ടിരിക്കുക. അദ്ദേഹം വന്നത് ഈ ആലപ്പുഴ പട്ടണം സ്ഥാപിച്ചിട്ട് 25 വർഷം കഴിയുമ്പോൾ. എന്നുവെച്ചാൽ ആലപ്പുഴ പട്ടണം ഇങ്ങനെ രൂപം കൊള്ളുമ്പോ 1780-കൾ 90-കളിൽ ആലപ്പുഴ പട്ടണം വരുന്നത്, 1816 നോട്ടം വരുന്നു. അപ്പൊ ഈ നോട്ടന്റെ കത്തുകൾ എന്ന് പറഞ്ഞാൽ അന്നത്തെ ആലപ്പുഴ കിട്ടുക. അതിന്റെ പ്രത്യേകത അറിയാം, ഒരുപാട് ഇസ്ലാമിക് പേരുകൾ. 1890 സെൻസസ് പ്രകാരം ആലപ്പുഴയിലെ ഏറ്റവും എണ്ണത്തിൽ പ്രബലരായിട്ടുള്ള സമുദായം മുസ്ലിം സമുദായം. അത് കഴിഞ്ഞാൽ ബാക്കി സമുദായങ്ങൾ വരും. കാരണം ആലപ്പുഴ എന്ന് പറയുന്നത് ഇവിടെ ജനിച്ചു വളർന്നു വന്ന ആളുകളല്ല. ഏതാളെടുത്താലും ചതുപ്പ് സ്ഥലമായിരുന്നില്ല ഇവിടെ ആരെ താമസിച്ചിരുന്നത്. ഓരോരുത്തർ തച്ചന്മാർക്ക് തെരഞ്ഞതിനോടൊപ്പം അപ്പുറത്തുനിന്ന് കുറച്ച് പേര് വരുന്നു. യേശുദാസ് തന്നെ ഓരോ സ്ഥലത്തു നിന്നും ആളുകൾ ക്ഷണിച്ചുകൊണ്ട് വരുന്നു. അങ്ങനെ ഒരുപാട് മുസ്ലിം ധാരകൾ വന്നിട്ടുണ്ട്, കക്ഷിക്കാരുടെയും ഗുജറാത്തികളുടെയും പലതും. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, എന്തറിയാം ഈ പാരമ്പര്യങ്ങൾ? എന്തറിയാന്ന്? എനിക്കറിയാമെന്ന് ഞാൻ നടിക്കുന്നില്ല. അറിയണമെന്നാണ്. എവിടെ നോക്കി അറിയാൻ പറ്റും? എവിടെ വായിച്ചാൽ അറിയാൻ പറ്റും? നമ്മളിപ്പോ പഴയ നമ്മുടെ അടുത്ത കച്ചുകാരുടെ പള്ളി വീടൊക്കെ പുതുക്കി പണിയുന്നു. പുതുക്കി പണിതോളൂ, പക്ഷെ അത് പോയല്ലേ. ഇത് നമ്മൾ നിലനിർത്തേണ്ട ഒരു പാരമ്പര്യം ഇതിലുണ്ട് എന്നൊരു തോന്നൽ ഇക്കാര്യത്തിലല്ലേ ഇന്നും. ലോറി ബേക്കർ എന്ന് പറയുന്ന വലിയ വിശ്വതനായിട്ടുള്ള ആർക്കിടെക്ട്, ഇന്ത്യയിലെ ഏറ്റവും പ്രാമാണികനായിട്ടുള്ള ആർക്കിടെക്റ്റുകളൊന്നും. അദ്ദേഹം പിന്നെ വലിയ കൊട്ടാരങ്ങളൊന്നും പണിയാറില്ല. നമ്മുടെ ലക്ഷം വീട് പദ്ധതി പോലത്തെ പരിപാടികളാണ് കക്ഷിക്ക് ഇഷ്ടം. അങ്ങനെ അദ്ദേഹം 1971 വന്നു കഴിഞ്ഞിട്ട് ഈ ആലപ്പുഴയിലെ കനാൽ തീരത്തുള്ള എല്ലാം വരച്ചിട്ട് അതിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ നൽകിയിട്ടുള്ളത് നമ്മുടെ കനാൽക്കരയുടെ പള്ളികളാണ്. അദ്ദേഹത്തിന്റെ പഴി എഴുതിയിട്ടുണ്ട്, കയ്യക്ഷത്തിൽ എഴുതിയിട്ടുണ്ട്. ലോകത്ത് എവിടെ ഈ വാസ്തുശില്പ മാതൃകയിലുള്ള പള്ളികൾ കണ്ടെത്താൻ പറ്റും എന്നെനിക്കറിയില്ല. ഇതൊക്കെ മഹത്തായ പാരമ്പര്യങ്ങളാണ്, പൈതൃകങ്ങളാണ്. നമ്മൾ സംരക്ഷിക്കുകയും മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. കാരണം അവ നമ്മുടെ വേരുകളാണ്. അതുകൊണ്ട് ഞാൻ പറയാം, ചെയ്തോ എന്ന് എനിക്കറിയത്തില്ല. നമുക്കൊരു പുസ്തകം ചരിത്രം, അതിന് ഞാൻ പറയാ, ഈ പറയുന്ന ആ ഗേറ്റ് വെച്ച ആളുകളെ കുറിച്ചൊക്കെ ഉള്ള ചെറിയ മോണോഗ്രാഫ്, അതിങ്ങനെ ചരിത്രം എഴുതിക്കൊണ്ട് വെക്കാൻ വേണ്ടിയിട്ടല്ല. ഇന്നത്തെ ഒരു കടമയുണ്ടല്ലോ, അവരെ മുന്നോട്ട് വെച്ച നവോത്ഥാനത്തിന്റെ കാൽവെപ്പുകള് ഇന്നത്തെ കാലത്ത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും? അവരുടെ കാലത്തേക്ക് തിരിച്ചു പോകാനല്ല, അത് റീവെബലിസമല്ല, നവോത്ഥാനം. ഇന്നത്തെ കാലഘട്ടത്തിനനുസൃതമായിട്ട് അതിനെ വ്യാഖ്യാനിക്കും. ലളിതത്ത് മുഹമ്മദയ്യയുടെ ഇന്നത്തെ ധർമ്മങ്ങൾ നമ്മൾ സ്വയം നിർവചിക്കാനും അങ്ങനെയുള്ളൊരു അന്വേഷണം കഴിയും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പുസ്തകം എഴുതുന്നുണ്ട്. ആരുടെങ്കിലും എന്തെങ്കിലും അസുഖം തരും കേട്ടോ, വായിച്ചിട്ടോ കോപ്പി എടുത്തിട്ട് തിരിച്ചു തരാം. ഇന്നതെന്ന് വിചാരിക്കണ്ട, എന്ത് കടലാസ് പറഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്ക് താല്പര്യമുള്ള കാര്യം അത് ഇടക്കൊന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പൊ ഇതാണ് ഇതിന്റെ പ്രാധാന്യം, പ്രസക്തി എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടു കൂടി ഇടയ്ക്ക് കയറി വന്ന് ഞാനിവിടെ ആരുടെ ജനാബ് ടി എ മുഹമ്മദ് കബീറിന്റെ ചുമതല ഞാനൊക്കെ സ്വയം ഏറ്റെടുക്കുകയായിരുന്നു. വളരെ സന്തോഷത്തോടു കൂടി ഈ നവോത്ഥാന സമ്മേളനം ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി. പ്രത്യേകിച്ച് ഇന്നിവിടെ നടക്കുവാൻ പോകുന്ന ചർച്ച കേരള മുസ്ലിങ്ങളുടെ നവോത്ഥാനത്തെക്കുറിച്ചാണ്. ഞാൻ സന്തോഷത്തോടുകൂടി പറയട്ടെ, അഭിമാനത്തോടുകൂടി പറയട്ടെ, 1914
രൂപം കൊണ്ട ഈ മഹത്തായ പ്രസ്ഥാനമാണ് തിരുവിതാംകൂറിൽ വിജ്ഞാനത്തിൻ്റെ വെളിച്ചം മുഖത്ത്. ഒരു കുടിപ്പള്ളിക്കൂടം പോലും ഇല്ലാതിരുന്ന തിരുവിതാംകൂറിൽ ഒരു പ്രൈമറി സ്കൂൾ ആദ്യമായി തുടങ്ങിയ രചനക്കാർ. അന്ന് അധികാരികളോട് 1915 ആഗസ്റ്റിന് ഒരു നിവേദനം നൽകി. മുസ്ലിം സ്കൂളുകൾ ഏറ്റെടുക്കുക, അറബി അധ്യാപകനെ നിയമിക്കുക, പെൺകുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കുക. സത്യത്തിൽ 8% ആളുകൾക്കാണ് മുസ്ലിങ്ങൾക്ക് അന്ന് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നത്. പുരുഷ വിഭാഗത്തിൽ 6, പെൺകുട്ടികളുടെ 2% താഴെ. ബാക്കി 92% മുസ്ലിങ്ങൾ വിദ്യാഭ്യാസമില്ലാത്തവരായിരുന്നു. ആ കാലഘട്ടത്തിലാണ് ഈ മഹത്തായ പ്രസ്ഥാനം ഇതുപോലൊരു നിവേദനം നൽകിയത്. ആ നിവേദനം അംഗീകരിച്ചപ്പോൾ 5 ഏക്കറോളം വരുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന പ്രൈമറി സ്കൂള് സർക്കാർ നൽകി. ഇന്നത് മുഹമ്മദൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഗേൾസിന് വേണ്ടി അവിടെ ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്, ബോയ്സിന് വേണ്ടിയുണ്ട്. അതും കൂടാതെ ഈ കാമ്പൗണ്ടിൽ 82 ഹൈസ്കൂൾ ആരംഭിച്ചു, 97 ഹയർ സെക്കൻഡറി തുടങ്ങി, ബിരുദ ഡിഗ്രി കോഴ്സുകൾ പഠിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് സെൻ്റർ തുടങ്ങി. അങ്ങനെ ഒരു വിദ്യാഭ്യാസ രംഗത്ത്, അതുപോലെ ഗ്രന്ഥശാല രംഗത്ത് സജീവമായി പ്രവർത്തിച്ച ഒരു പ്രസ്ഥാനമാണ് ലജനസ്. ഒരു വാക്കുകൂടി, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 92% ആളുകൾ വിദ്യാവിഹീനരായിരുന്നു. ആ വിദ്യാവിഹീനർക്ക് വേണ്ടി 1914 നിശാപാഠശാല നടത്തിയ പ്രസ്ഥാനമാണിത്. എന്തിന്? തൊഴിലില്ലാതെ ദാരിദ്ര്യം അനുഭവിക്കുന്ന മുസ്ലിം കുടുംബങ്ങളുടെ ഉമ്മമാർക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടി 50 രൂപ പ്രതിവർഷം നൽകിയ പ്രസ്ഥാനം. സത്യത്തിൽ അന്ന് ഈ പ്രദേശത്ത് സെന്റിന് 10 രൂപ പോലുമില്ലായിരുന്നു. ആ 10 രൂപ പോലും ഇല്ലാതിരുന്ന കാലത്ത് ഒരു കുടുംബത്തിൻ്റെ ദാരിദ്ര്യം മാറ്റുന്നതിന് വേണ്ടി, തൊഴിലെടുക്കുന്നതിന് വേണ്ടി 50 രൂപ കൊടുത്തു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കേരള മുസ്ലിങ്ങളുടെ നവോത്ഥാനത്തിന് വേണ്ടി, ഈ സമൂഹത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി തിരുവിതാംകൂറിൽ ആദ്യമായി ബന്ധപ്പെട്ട പ്രസ്ഥാനമാണ് ലജനത്തുൽ മുഹമ്മദിയ്യ. ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രം സേവനം ചെയ്ത പ്രസ്ഥാനമല്ല. സഹോദര സമുദായത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ ആ സ്കൂളിൽ പഠിക്കുകയാണെങ്കിൽ അവരുടെ പിതാക്കന്മാർക്ക് തൊഴിലില്ലെങ്കിൽ ലജനത്തുൽ മുഹമ്മദിയ്യയുടെ വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ നടത്തുന്ന കയർ ഫാക്ടറികളിൽ അവർക്കൊന്ന് തൊഴിൽ നൽകിയിരുന്നു. അത്രത്തോളം വിശാലമായി ഈ രംഗത്ത് നവോത്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരു പ്രസ്ഥാനമാണെന്ന് മാത്രം എനിക്ക് പുറകെ വരുന്ന പ്രാസംഗികരോട് ഒരു ചിത്രം കിട്ടുന്നതിന് വേണ്ടി മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുക. വളരെ പരിമിതമായ സമയം മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. 10 മണിക്ക് തുടങ്ങേണ്ടിയിരുന്ന യോഗം 11 മണിയും കഴിഞ്ഞ് തുടങ്ങി എന്നുള്ള വസ്തുത നമുക്കെല്ലാവർക്കും അറിയാം. ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഒരു പകരക്കാരനായിട്ടാണ്. മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കാനുള്ളത് കൊണ്ടാണ് സമയം ആദ്യമേ ചോദിച്ചത്. 30 മിനിറ്റ് എന്നുള്ളത് 20 മിനിറ്റാക്കി വീണ്ടും ചുരുക്കിയിട്ടുണ്ട്. 20 മിനിറ്റ് പോലും എടുക്കാതെ എൻ്റെ ഈ സംസാരം ചുരുക്കണം എന്ന് തന്നെ ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ഞാൻ ആദ്യമേ നിങ്ങളെ അറിയിക്കാൻ, സന്തോഷപൂർവ്വം അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. നവോത്ഥാനം എന്ന ആശയം, നവോത്ഥാനം എന്ന ആ പദം ഒരു ജനതയെ അതിൻ്റെ പാരമ്പര്യ മൂല്യത്തിലേക്ക് ഒരേ സമയം തിരിച്ചു കൊണ്ടുപോവുകയും അതിൻ്റെ വരും കാലത്ത് ഭൗതികവും ഭൗതികവുമായ മുന്നോട്ടുള്ള അതിൻ്റെ പ്രയാണത്തിൽ കരുത്ത് പകരുകയും ചെയ്യുന്ന, ശക്തി പകർന്നു കൊടുക്കുകയും ചെയ്യുന്ന മഹത്തായ ഒരു ആശയമാണ്, പവിത്രമായ ഒരു പദമാണ്, ഒരു സംരംഭമാണ് നവോത്ഥാനം എന്ന് പറയുന്നത്. ഒരു സമൂഹം അതിൻ്റെ ആത്മീയവും ഭൗതികവുമായ ശക്തി ക്ഷയിക്കുകയും അതിൻ്റെ ആ ശേഷി നഷ്ടപ്പെടുകയും ചെയ്യുന്ന സന്ദർഭത്തിലാണ് നവോത്ഥാന സംരംഭങ്ങൾ ആരംഭിക്കുന്നത്. ആ ശക്തി വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് നവോത്ഥാന നായകന്മാർ കടന്നു വരുന്നത്.
ഇസ്ലാമിക സമൂഹത്തിൻ്റെ ചരിത്രത്തിൽ കേരളത്തിലടക്കം ഒരുപാട് നവോത്ഥാന നായകന്മാർ കടന്നു വന്നിട്ടുണ്ട്. ഇസ്ലാമിക സമൂഹത്തിൻ്റെ ഈ കാലഘട്ടത്തിലെ 20-ാം നൂറ്റാണ്ടിൻ്റെ നവോത്ഥാന ചരിത്രം ആരംഭിക്കുന്നത് 1920 കാലഘട്ടത്തിലാണ്. 1914 ലജ്നത്തുൽ മുഹമ്മദിയ്യ ആരംഭിക്കുന്നത്. ഇതേ കാലയളവിൽ തന്നെയാണ് ലോക ഇസ്ലാമിക സമൂഹത്തിൽ നവോത്ഥാനത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത്. അതിൻ്റെ ഒരു സവിശേഷമായ സാഹചര്യവും കൂടി ഉണ്ടായിരുന്നു. അത് ഞാൻ ഒരു അല്പം ചുരുക്കി പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഇതെല്ലാം പരസ്പര ബന്ധിതമാണ്. 1920-കൾക്ക് മുമ്പുള്ള ലോകത്തിന്റെ തന്നെ അവസ്ഥ എന്ന് പറയുന്നത് കൊളോണിയൽ കാലഘട്ടമാണ്. ഇന്ത്യ അടക്കമുള്ള മുസ്ലിം ലോകം ഉൾപ്പെടെ ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി തുടങ്ങിയ കൊളോണിയൽ ശക്തികളുടെ കോളനികളായിരുന്നു. ആയുധങ്ങളും വെടിക്കോപ്പുകളുമായി കടന്നു വന്ന ഈ കൊളോണിയൽ ശക്തികൾ മുസ്ലിം രാജ്യങ്ങളെ, അന്നും ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ജീവിക്കുന്ന ഒരു രാജ്യമാണ് അവിഭക്ത ഭാരതം. ഇന്നും ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന 2ാമത്തെ രാജ്യം എന്ന പദവി ഇന്ത്യ എന്ന ഈ നമ്മുടെ മഹത്തായ രാജ്യത്തിന് തന്നെയാണ്. അങ്ങനെ മുസ്ലിം ലോകത്തേക്ക് കടന്നു വന്ന കൊളോണിയൽ ശക്തികൾ, വിശിഷ്യ അറബ് ലോകത്തേക്ക് കടന്നു വന്ന കോളനി ശക്തികൾ, അവർ മുസ്ലിം ലോകത്തിന്റെ മണ്ണ് മാത്രമല്ല അധീനപ്പെടുത്തിയത്. കടന്നു വന്ന ഈ കോളനി ശക്തികൾ മുസ്ലിം ലോകത്തിന്റെ മണ്ണ് അധീനപ്പെടുത്തിയോടൊപ്പം തന്നെ അവരുടെ മസ്തിഷ്കത്തെ, അവരുടെ സംസ്കാരങ്ങളെ, അവരുടെ ആദർശത്തെ, അവരുടെ വിശ്വാസങ്ങളെ എല്ലാം അവർ കയ്യേറ്റം ചെയ്യുകയായിരുന്നു, അധിനിവേശം ചെയ്യുകയായിരുന്നു. അതിനുവേണ്ടിയുള്ള ആസൂത്രിതമായ അജണ്ടകളും പദ്ധതികളും അവർ ആവിഷ്കരിച്ചു. കാരണം കൂടിയുണ്ട്, അതുകൂടി ഞാൻ ഈ സന്ദർഭത്തിൽ പറയുകയാണ്. യൂറോപ്യൻ നവോത്ഥാനത്തിന്റെ ചരിത്രം ഇവിടെ പറഞ്ഞു. യൂറോപ്യൻ റിനൈൻസൻസ്, അവിടെ നടന്ന നവോത്ഥാനത്തിന് പരിക്ക് പറ്റിയത് മതത്തിനായിരുന്നു. കാരണം മതവും രാഷ്ട്രവും തമ്മിലുള്ള ഒരു വലിയ സംഘർഷം, യൂറോപ്പിന്റെ പശ്ചാത്തലം പറഞ്ഞാൽ സഭയും രാഷ്ട്രവും തമ്മിലുള്ള, ശാസ്ത്രവും തമ്മിലുള്ള ഒരു വലിയ സംഘർഷം അരങ്ങേറിയിരുന്നു. ശാസ്ത്രത്തിന്റെ കണ്ടെത്തലുകൾക്കെതിരായ സഭയുടെ ഒരുപാട് സിദ്ധാന്തങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് സ്വാഭാവികമായും ശാസ്ത്രവും സഭയും തമ്മിൽ ഏറ്റുമുട്ടി. അന്ന് സഭ എന്ന് പറയുന്നത് മതത്തിന്റെ വക്താക്കളാണ്. അങ്ങനെ മതവും ശാസ്ത്രവും തമ്മിൽ ഏറ്റുമുട്ടിയ ഒരുപാട് ചരിത്രം യൂറോപ്പിന്റെ ചരിത്രത്തിൽ ഉണ്ട്. ഗലീലിയോ എന്ന ശാസ്ത്രജ്ഞൻ യൂറോപ്പിൽ ഏറ്റുവാങ്ങിയ പീഡനങ്ങൾ നമുക്കറിയാം. ഗലീലിയോ ഉൾപ്പെടെ ഒരുപാട് ശാസ്ത്രജ്ഞർ യൂറോപ്പിന്റെ മണ്ണിൽ അതിക്രൂരമായി പീഡനത്തിന് ഇരയായി തടവറകളിൽ കഴിയേണ്ടി വന്നു. എന്തായിരുന്നു കാരണം? സഭയുടെ വിശ്വാസ പ്രമാണങ്ങൾക്കെതിരായ ആശയങ്ങളെ അവർ ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞു. എന്തായിരുന്നു അതുവരെ ലോകത്തെ ഉണ്ടായിരുന്ന പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട്? പ്രപഞ്ചത്തെക്കുറിച്ച് അന്നൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. ഭൗമകേന്ദ്ര സിദ്ധാന്തം എന്നാണ് അത്ര ഇതിന് പറയുന്നത്. അഥവാ പ്രപഞ്ചത്തിന്റെ കേന്ദ്രബിന്ദു ഭൂമിയാണെന്നും ഭൂമിയെ ചുറ്റിയാണ് സൂര്യൻ അടക്കമുള്ള ഇതര ഗോളങ്ങൾ സഞ്ചരിക്കുന്നതെന്നും കേന്ദ്രബിന്ദു ഭൂമിയാണെന്നും ഭൂമിയെ ചുറ്റിയാണ് എല്ലാ ഗോളങ്ങളും സഞ്ചരിക്കുന്നത് എന്ന ഭൗമകേന്ദ്ര സിദ്ധാന്തമാണ് ലോകം അന്ന് വിശ്വസിച്ചിരുന്നത്. സഭയുടെ വിശ്വാസവും അതായിരുന്നു. അതിന് വിരുദ്ധമായി പ്രപഞ്ചത്തിന്റെ കേന്ദ്രബിന്ദു ഭൂമിയല്ലെന്നും സൂര്യനാണെന്നും സൂര്യനെ ചുറ്റിയാണ് ഭൂമി അടക്കമുള്ള ഗോളങ്ങൾ സഞ്ചരിക്കുന്നതെന്നുള്ള സൗരകേന്ദ്ര സിദ്ധാന്തത്തെ ഗലീലിയോ ഉൾപ്പെടെയുള്ള ശാസ്ത്രജ്ഞർ അവതരിപ്പിച്ചു. സ്വാഭാവികമായും നൂറ്റാണ്ടുകളായി സഭ കൊണ്ടു നടക്കുന്ന ഭൗമകേന്ദ്ര സിദ്ധാന്തത്തിന് എതിരായ സൗരകേന്ദ്ര സിദ്ധാന്തത്തെ അവതരിപ്പിച്ചതിന്റെ പേരിൽ അവർ പീഡിപ്പിക്കപ്പെട്ടു. ഞാൻ ഒറ്റ പോയിന്റ് പറയുന്നുള്ളൂ. യഥാർത്ഥത്തിൽ ഗലീലിയോ കൊണ്ടുവന്ന ഈ സൗരകേന്ദ്ര സിദ്ധാന്തം പോലും പൂർണ്ണമായിരുന്നില്ല. കാരണം ഗലീലിയോ പറയുന്നതും സൂര്യനെ ചുറ്റിയാണ് എല്ലാം സഞ്ചരിക്കുന്നത്, കേന്ദ്രം സൂര്യനാണ്. പക്ഷെ അപ്പോൾ അവർ പറഞ്ഞത് അബദ്ധമുണ്ട്. സൂര്യൻ നിശ്ചലമാണ്. നിശ്ചലമായി നിൽക്കുന്ന സൂര്യന്റെ ചുറ്റുമാണ് ഭൂമി അടക്കമുള്ള ഗ്രഹങ്ങൾ, ഗോളങ്ങൾ സഞ്ചരിക്കുന്നത്. അങ്ങനെ പറയുമ്പോൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഒരു വചനത്തിനെതിരായി അത് വരണം. കാരണം ഖുർആൻ പറയുന്നത് സൂര്യനും സഞ്ചരിക്കുന്നു എന്നാണ്. വശംസു തജ്രി ലിമുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസുൽ അലീം, സൂറത്ത് യാസീൻ. ഖുർആൻ പറയുന്നത് സൂര്യൻ അതിന്റെ നിശ്ചയിക്കപ്പെട്ട ഭ്രമണപഥത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്.
സൂര്യൻ സഞ്ചരിക്കുന്നു എന്ന് ഖുർആൻ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറയുന്നു. ഏതായിരുന്നു ശരി, ഇന്നിപ്പോൾ സയൻസ് എവിടെ എത്തി നിൽക്കുന്നു? സൂര്യൻ അതിന്റെ നിശ്ചിത മേഖലയിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ കറങ്ങുന്ന സൂര്യന് ചുറ്റും ഒരു ക്രമത്തിൽ മറ്റു ഗോളങ്ങളും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അവിടെയല്ലേ ഇന്ന് സയൻസ്, ആധുനിക ശാസ്ത്രം എത്തി നിൽക്കുന്നത്? അവ സ്വാഭാവികമായി ശാസ്ത്രത്തിന് അതിന്റെ പല നിഗമനങ്ങളെയും പിൽക്കാലത്ത് മാറ്റിവെക്കേണ്ടി വന്നു. ആദ്യം ശാസ്ത്രത്തിന് ഏറ്റുമുട്ടേണ്ടി വന്നത് യൂറോപ്പിലെ മതത്തോടായിരുന്നു. ആ മതത്തോട് അവർക്ക് ഏറ്റുമുട്ടേണ്ട കാരണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറയും, ഇസ്ലാമിക ചരിത്രത്തിൽ എവിടെയും ഒരു ശാസ്ത്രജ്ഞനും പീഡിപ്പിക്കപ്പെട്ടിട്ടില്ല. ഒരു ശാസ്ത്രജ്ഞനും അദ്ദേഹത്തിന്റെ സിദ്ധാന്തത്തിന്റെ പേരിൽ തടവറയിൽ കിടന്ന ചരിത്രം ഇസ്ലാമിക സമൂഹത്തിന്റെ പിന്നിട്ട 14 നൂറ്റാണ്ടുകളുടെ ചരിത്രത്തിൽ എവിടെയും ഇല്ല. കാരണം ഖുർആനും ശാസ്ത്രവും തമ്മിൽ എവിടെയും ഏറ്റുമുട്ടുന്നില്ല എന്നുള്ളതാണ്. അവ സ്വാഭാവികമായി മതത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് വന്ന ശാസ്ത്രം, ആ ശാസ്ത്രത്തെ മുറുകെ പിടിച്ച കൊളോണിയൽ ശക്തികൾ അവർ കടന്നു വന്ന കോളനികളിലേക്ക് അവരുടെ വിദ്യാഭ്യാസ പ്രക്രിയ കൊണ്ടുവന്നപ്പോ മതവിശ്വാസത്തെ അട്ടിമറിച്ചു. ആദവനെ കുറിച്ചും ഹവ്വയെ കുറിച്ചുമുള്ള കാഴ്ചപ്പാടുകളെ നിരാകരിച്ചു. മനുഷ്യൻ മൃഗങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞുണ്ടായ, അതും കുരങ്ങിൽ നിന്ന് കുരങ്ങായിരുന്നു നമ്മുടെ പൂർവികരെന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ സവിശേഷ ബുദ്ധി, സദാചാരം, ധാർമ്മികത, ഇതിനൊക്കെ എന്ത് മറുപടി തരും? മനുഷ്യൻ ഈ ലോകത്തെ ഇതെല്ലാം മൃഗങ്ങളെ പോലെ, ജന്തുവിനെ പോലെ കേവലം ഒരു ജന്തു എന്ന് മാത്രം നിർണ്ണയിക്കേണ്ട അവസ്ഥയാണ് ഈ പരിണാമ സിദ്ധാന്തത്തിന്റെ കുഴപ്പം. പക്ഷെ അതാണ് അന്നും പഠിപ്പിച്ചത്, ഇന്നും അത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. എന്ത് സംഭവിച്ചു? മതവിരുദ്ധ വിദ്യാഭ്യാസ പ്രക്രിയ മുസ്ലിം ലോകത്തെ അടിച്ചേൽപ്പിച്ചു. ദൈവവിരുദ്ധ ആശയങ്ങൾ അടിച്ചേൽപ്പിച്ചു. നിരീശ്വര പ്രസ്ഥാനങ്ങൾ ശക്തിപ്പെട്ടു. എത്രത്തോളം നിങ്ങൾ മനസ്സിലാക്കണം, മുസ്ലിം ലോകത്ത് അള്ളാഹുവിനെ കബറടക്കിയ ചരിത്രമുണ്ട്. ഇസ്ലാമിക സമൂഹത്തിന്റെ വൈജ്ഞാനിക ഈറ്റിന്റെ കേന്ദ്രം എന്നറിയപ്പെട്ടിരുന്ന ഡമാസ്കസിലെ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ ഒരു ദിവസം ക്ലാസ് വിട്ടതിന് ശേഷം ആയിരക്കണക്കിന് വിദ്യാർത്ഥിനികൾ മുസ്ലിങ്ങൾ അവര് ശവപ്പെട്ടി ചുമന്ന്, ഒരു സന്തോക്ക് ചുമന്ന് അതിൽ അള്ളാഹു എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവര് പാടി സകല അന്ധവിശ്വാസങ്ങളുടെയും കേന്ദ്രമായി ഈ ദൈവം, ഈ അള്ളാഹ്, ഈ സാധനത്തെ ഞങ്ങൾ ഇതാ കബറടക്കാൻ പോവുകയാണ്. ഇനി ഇങ്ങനൊരു സാധനത്തെ ഞങ്ങൾക്ക് വേണ്ട. എവിടെയാണ് ഇത് പറയുന്നത്? ആരാണിത് പാടിയത്? മുസ്ലിം ലോകത്തെ ചെറുപ്പക്കാർ. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ അള്ളാഹുവിനെ കബറടക്കി. പ്രവാചകൻ അവഹേളിക്കപ്പെട്ടു, മതം പുച്ഛിക്കപ്പെട്ടു. ഈ കാലഘട്ടത്തിലാണ് 920 കാലഘട്ടങ്ങളിൽ ലോകത്ത് ഒരുപാട് നവോത്ഥാന നായകന്മാർ കടന്നു വരുന്ന ഇസ്ലാമിക സമൂഹത്തെ അതിന്റെ പാരമ്പര്യത്തിലേക്കും വിശ്വാസത്തിലേക്കും തിരിച്ചു കൊണ്ടുപോവുക എന്ന ഉജ്ജ്വലമായ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഒരുപാട്, ഞാൻ അവരുടെ ഒന്നും പേര് പറയുന്ന സമയത്തിന്റെ പരിമിതി കൊണ്ട്, ഈ നവോത്ഥാനത്തിന്റെ തുടർച്ച കേരളത്തിലും ഉണ്ടായി. ഞാൻ പറയുന്നത് നവോത്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതത്തെ മാറ്റി നിർത്തിക്കൊണ്ടല്ല. മനുഷ്യനെ സംസ്കരിക്കുവാൻ മതത്തിനല്ലാതെ വേറെ ഏത് ദർശനത്തിന് കഴിയും? അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ മൂല്യങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുപോവുക എന്നതാണ് നവോത്ഥാന ധർമ്മമെങ്കിൽ, ഞാൻ പറയുക വിശ്വാസ മൂല്യങ്ങളിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുപോവുക. ഒരിക്കലും മതവും ശാസ്ത്രവും തമ്മിൽ ഏറ്റുമുട്ടുന്ന പ്രശ്നമില്ല. മംഗൾയാൻ കുതിച്ചുയർന്നു, നമ്മുടെ ചാനലുകളിൽ ചർച്ച കൊഴുക്കുന്നു. ഈ മംഗൾയാൻ വിജയകരമായി പരീക്ഷിക്കപ്പെട്ട സന്ദർഭത്തിൽ നമ്മുടെ ചാനലുകളിൽ നടന്ന ചർച്ചയിൽ മതരംഗത്തെ പണ്ഡിതന്മാരുണ്ടായിരുന്നു, മതപുരോഹിതന്മാരും സയന്റിസ്റ്റുകളുമുണ്ട്. ചൊവ്വ എന്ന് പറയുന്ന ഒരു ഗ്രഹം ഈ കാലഘട്ടത്തിലും ഇന്നലെ വരെ നമ്മൾ ഒരുപാട് പിഴകളുടെ, ഒരുപാട് ദുരന്തങ്ങളുടെ ഗ്രഹമായി, ദോഷത്തിന്റെ ഗ്രഹമായി വിശ്വസിച്ചിരുന്ന ചൊവ്വയിലേക്കാണ് നമ്മുടെ രാജ്യം വിജയകരമായി അതിന്റെ ദൗത്യം പൂർത്തിയാക്കിയത്. അപ്പൊ മാറിയ സാഹചര്യത്തിൽ നമ്മുടെ ചാനലുകളിൽ നിറഞ്ഞ ചർച്ച നടക്കുകയാണ്. നമ്മുടെ വിശ്വാസങ്ങളൊക്കെ തെറ്റല്ലേ? അന്ധവിശ്വാസങ്ങൾക്ക് എതിരായ ശാസ്ത്രത്തിന്റെ വിജയമല്ലേ? ശരിയാണ്. അന്ധവിശ്വാസം വേറെ, മതവിശ്വാസം വേറെ. ദൈവവിശ്വാസത്തെയും അന്ധവിശ്വാസത്തെയും കൂട്ടിക്കൊടുക്കേണ്ടതില്ല. പ്രവാചകന്റെ പുത്രൻ ഇബ്രാഹിം മരണപ്പെട്ട ദിവസം അന്ന് ചന്ദ്രഗ്രഹണം ഉണ്ടായി. പ്രവാചകൻ അനുയായികൾ പറഞ്ഞു, ഇതാ പ്രവാചകന്റെ കുട്ടി മരിച്ചതിന്റെ പേരിൽ ആകാശലോകം പോലും ദുഃഖം രേഖപ്പെടുത്തുന്നു. ഈ ഗ്രഹണത്തിന്റെ കാരണം പ്രവാചക പുത്രന്റെ മരണമാണ് എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ എഴുന്നേറ്റ് നിന്ന് തിരുത്തി, ഇല്ല,
ഒരാളുടെയും ജന്മത്തിന്റെയും മരണത്തിന്റെയും പേരിൽ ഗ്രഹങ്ങൾക്കൊന്നും സംഭവിക്കുന്നില്ല. സൂര്യനും ചന്ദ്രനുമൊക്കെ അള്ളാഹുവിന്റെ ദൈവത്തിന്റെ ദൃഷ്ടാന്തങ്ങളാണ്. അതൊരാളുടെയും മരണത്തിന്റെയും ജന്മത്തിന്റെയും പേരിൽ അതിന് ഗ്രഹണങ്ങൾ ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അന്ധവിശ്വാസത്തെ തിരുത്തിയ പ്രവാചകൻ. അതുകൊണ്ട് വിശ്വാസം വേറെ, അന്ധവിശ്വാസം വേറെ. അന്ധവിശ്വാസത്തിനെതിരായ പോരാട്ടം നമുക്ക് നടത്താം. അത് വിശ്വാസത്തിനെതിരായ പോരാട്ടമല്ല. വിശ്വാസവും ശാസ്ത്രവും തമ്മിൽ എവിടെയും ഏറ്റുമുട്ടുന്നില്ല. ഞാൻ ആവർത്തിച്ച് പറയുന്നത് അതാണ്. നമ്മുടെ വരും തലമുറക്ക് നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളിൽ ഉറച്ച് വിശ്വസിക്കുവാനുള്ള ആത്മധൈര്യം കൊടുക്കുന്ന വിദ്യാഭ്യാസ പദ്ധതികൾ ആവിഷ്കരിക്കണം. നിങ്ങൾക്ക് ധൈര്യമായി പറയാം, നമുക്കൊരിക്കലും ശാസ്ത്രത്തോട് ഏറ്റുമുട്ടിയ ഒരു ചരിത്രമില്ല, ഏറ്റുമുട്ടേണ്ട അവസ്ഥ ഉണ്ടാവുകയില്ല. കാരണം ഇത് ദൈവിക ഒരു ദർശനമാണ്. അതുകൊണ്ട് ഈ ഒരു പശ്ചാത്തലത്തിലാണ് മുസ്ലിം ലോകത്ത് നവോത്ഥാനങ്ങൾ അരങ്ങേറുന്നത്. ആ നവോത്ഥാനത്തിന്റെ ഫലങ്ങൾ കേരളത്തിലും അരങ്ങേറി തുടങ്ങി. രാഷ്ട്രീയ രംഗത്തുണ്ടായ നവോത്ഥാന നീക്കങ്ങളുണ്ട്, ഖിലാഫത്ത് പ്രക്ഷോഭം. അപ്പൊ ഈ 1920 കാലഘട്ടങ്ങളിൽ ലോകത്ത് അരങ്ങേറിയ ഈ നവോത്ഥാനത്തിന്റെ തുടർച്ചയായി കേരളത്തിലും അരങ്ങേറിയ ഈ നവോത്ഥാന സംരംഭങ്ങൾ, വിശിഷ്യ തെക്കൻ കേരളത്തിൽ ഈ നവോത്ഥാന സംരംഭത്തിന് തുടക്കം കുറിച്ച ലജ്നത്തുൽ മുഹമ്മദിയ്യ, ഞാനിവിടെ വന്ന് ഓഫീസിൽ ഇരുന്നപ്പോൾ 1914 അതിന്റെ ഡേറ്റ് കണ്ടു. സത്യത്തിൽ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. 1914 എന്നൊക്കെ പറയുന്നത് അന്ന് മുസ്ലിം ലോകത്തിന്റെ ഒരു അവസ്ഥയുണ്ട്. നേരത്തെ ബഹുമാനായ MLA സൂചിപ്പിച്ച സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിന്റെ ഭാഗമായി ഭൗതിക വിദ്യാഭ്യാസത്തോട് പുറംതിരിഞ്ഞു നിന്ന മുസ്ലിം ഉമ്മത്തിനെ അതിന്റെ ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ട് നവോത്ഥാനത്തിന്റെ പാതയിലേക്ക് നയിക്കുവാൻ കേരളത്തിലെ പ്രസ്ഥാനങ്ങൾ, കേരളത്തിലെ എല്ലാ പ്രസ്ഥാനങ്ങളും ഇന്നും ഇസ്ലാമിക സമൂഹത്തിന്റെ നവോത്ഥാനത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ വ്യവസ്ഥാപിത ഇസ്ലാമിക സംഘടനകൾ എല്ലാവരും അന്ന് ഇതിന് തുടക്കം കുറിച്ച ലജ്നത്തുൽ മുഹമ്മദിയ്യ, അതിന്റെ ചരിത്രം വായിച്ചപ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നി. ഏതായാലും ഞാൻ ഈ സന്ദർഭത്തിൽ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. നവോത്ഥാനത്തിന്റെ പാതയിലേക്കുള്ള നമ്മുടെ ഈ യാത്രയിൽ എനിക്ക് ഇതിന്റെ ഭാരവാഹികളോട് പറയുവാനുള്ള ഒരൊറ്റ കാര്യം, നമ്മുടെ കുട്ടികളുടെ നവോത്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ പാരമ്പര്യത്തിലേക്കൂടെ തിരിച്ചു പോകാൻ. ഞാൻ മാറ്റുവാനല്ല നിവർത്തിപ്പാനാണ് വന്നത് യേശു പറയുന്നുണ്ട്. ഞാൻ മോസസിനെ മാറ്റുവാനല്ല വന്നത്, മോസസ് കൊണ്ടുവന്നത് മറഞ്ഞു കിടക്കുകയാണ്, അതിനെ നിവർത്തിപ്പാനാണ് ഞാൻ വന്നത്. ഇതന്നെയാണ് നബി പറഞ്ഞത്. മുൻകഴിഞ്ഞ പ്രവാചകന്മാരെ തള്ളിയല്ല, അവർ പറഞ്ഞത് മറഞ്ഞു കിടന്നപ്പോൾ അതിനെ പുറത്ത് കാണിക്കുക. അപ്പൊ നമ്മുടെ പാരമ്പര്യം മറഞ്ഞു കിടക്കുന്നു. ആ പാരമ്പര്യത്തെ മൂടിക്കിടക്കുന്ന നമ്മുടെ മൂല്യത്തെ വെളിപ്പെടുത്തി ആ മൂല്യത്തിലേക്ക് നമ്മുടെ കുട്ടികളെ തിരിച്ചു കൊണ്ടുപോകുന്ന ഒരു പ്രക്രിയയാണ് നവോത്ഥാന ധർമ്മം എന്ന് പറയുന്നത്. അത്തരമൊരു ധർമ്മം നിർവഹിക്കുവാൻ ഇതിന്റെ സംഘാടകർക്ക് ഈ സ്ഥാപനത്തിന് സർവശക്തൻ തുണക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ ഈ ചുരുങ്ങിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ശതാബ്ദി ആഘോഷങ്ങളോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിലുള്ള അതിയായ സന്തോഷം രേഖപ്പെടുത്തുകയാണ്. നവോത്ഥാനം എന്ന് പറയുമ്പോൾ മലയാളി മുസ്ലിങ്ങളുടെ ആത്മീയവും ഭൗതികവുമായ പരാജയത്തിൽ നിന്ന് അവരെ കരകയറ്റുവാനുള്ള ബൗദ്ധികമായ പരിശ്രമങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. നവോത്ഥാന സംരംഭങ്ങൾക്ക് മുസ്ലിങ്ങൾക്ക് പ്രചോദകമായി തീരുന്നത് അന്തിമ വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആനാണ്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് ഇസ്ലാമിന്റെ അംബാസിഡർമാരായി കടന്നുപോയ പ്രവാചകന്റെ വിദ്യാർത്ഥികൾ അവർ ചെന്ന ഇടങ്ങളിൽ നവോത്ഥാനത്തിന്റെ പ്രകാശ ഗോപുരങ്ങൾ പണിതു. ലോകത്ത് വിജ്ഞാനത്തിന്റെയും സംസ്കാരത്തിന്റെയും പുതുവഴികൾ വെട്ടിക്കൊടുത്തു.
വിജ്ഞാനത്തോടും സംസ്കാരത്തോടും കലഹിച്ചു നിന്നിരുന്ന ഒരു സമൂഹത്തെ വിജ്ഞാനത്തിന്റെ കരുത്തുറ്റ പാതയിലേക്ക് കൊണ്ടുവരുവാൻ ഖുർആനിക വിപ്ലവത്തിന് സാധിച്ചു എന്നതാണ് ചരിത്രത്തിൽ കാണുന്ന ഏറ്റവും വലിയ നേര്. റിനൈസൻസ് എന്ന പദം ഒരുപക്ഷെ യൂറോപ്യന്മാർ രൂപകൽപ്പന ചെയ്തിരിക്കാം. പക്ഷേ നവോത്ഥാനം, റിനൈസൻസ് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതിന് അടിപ്പടവ് പണിതത് വിശുദ്ധ ഖുർആനിന്റെ അനുയായികളാണ് എന്നുള്ളത് ചരിത്രത്തിൽ പൊടിപിടിച്ച് കിടക്കുന്ന ഒരു സത്യമാണ്. മുസ്ലിം സ്പെയിനും ബാഗ്ദാദും ദിമഷ്കും കൈറോയും ലോകത്തെ വിജ്ഞാനത്തിന്റെയും നാഗരികതയുടെയും സംസ്കൃതികളുടെയും കേന്ദ്രങ്ങൾ. യൂറോപ്പ് പോലുള്ള രാജ്യങ്ങൾക്ക്, യൂറോപ്പ് പോലുള്ള പ്രദേശങ്ങൾക്ക് നൽകിയിട്ടുള്ള സംഭാവനകൾ ചരിത്രത്തിൽ എന്നും ജ്വലിച്ചു നിൽക്കും. ശാസ്ത്രത്തോടും സാമൂഹിക വിജ്ഞാനീയങ്ങളോടും കലഹിച്ചു നിന്നിരുന്ന യൂറോപ്യന്മാർ മുസ്ലിം സ്പെയിനിൽ നിന്നാണ് ശാസ്ത്രവും സാമൂഹിക വിജ്ഞാനീയങ്ങളും ഭൗതിക ശാസ്ത്രവും പഠിച്ചത് എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കേണ്ട വസ്തുത തന്നെയാണ്. പക്ഷേ ചരിത്രത്തിൽ വിഷമകരമായ കാലഘട്ടം കഴിഞ്ഞുപോയി. മുസ്ലിം സമൂഹം ഏത് രംഗത്തും ഉയർന്നു നിന്നിരുന്നുവെങ്കിൽ മഹാപ്രയാണത്തിനിടയിൽ അവർക്ക് പലതും കൈമോശം തന്നു എന്നതൊരു നേരാണ്. 1847 മുതൽ 1912 വരെ ജീവിച്ച മക്തിത്തങ്ങളുടെ ചരിത്രം ഒരുപക്ഷെ നിങ്ങൾ വായിച്ചു കാണുക. സാംസ്കാരിക അധിനിവേശത്തെ, സൈനിക അധിനിവേശത്തെ നേരിടേണ്ടത് കലാപങ്ങൾ കൊണ്ടല്ല, കലഹങ്ങൾ കൊണ്ടല്ല, വിവേകം കൊണ്ടും വിദ്യാഭ്യാസം കൊണ്ടുമാണ് എന്ന് മലയാളി മുസ്ലിങ്ങളെ നിരന്തരം തെര്യപ്പെടുത്തിയ മഹാനായ മക്തിത്തങ്ങൾ. മക്തിത്തങ്ങളുടെ തട്ടകമാണ് ഈ തെക്കൻ പ്രദേശം എന്ന് പറയുന്നത്. അതോടൊപ്പം മഖം മൗലവിയുടെ ചരിത്രം ഇവിടെ നേരത്തെ പറഞ്ഞു. ചരിത്രത്തിൽ അപമാനിതരായി കഴിഞ്ഞിരുന്ന മുസ്ലിം സമൂഹത്തെ നിത്യനിരാശയിൽ നിന്ന് കൈപിടിച്ചുയർത്തി എന്നുള്ളതാണ് വഖം മൗലവി ചെയ്ത ഏറ്റവും വലിയ സേവനം. വിദ്യാഭ്യാസപരമായി, സാംസ്കാരികപരമായി പിന്നാക്കം നിന്നിരുന്ന ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം എവിടെയും എഴുന്നേറ്റ് നിൽക്കുവാനുള്ള കരുത്ത് അവർക്ക് നഷ്ടപ്പെടും. അപകർഷബോധമായിരിക്കും അവരെ ഭരിക്കുക. ഇങ്ങനെയുള്ള ഒരു സമൂഹത്തെ വിദ്യാഭ്യാസത്തിലൂടെ അതിജീവനം സാധ്യമാകുമെന്ന് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയാണ് വഖം മൗലവി ചെയ്തത്. പൂർവികരുടെ പാതയിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് ആധുനിക സമൂഹത്തിന്റെ നിർമ്മിതിക്കായി പടപൊരുതുകയും ചെയ്യണമെന്നുള്ളതാണ്. ലജ്നത്തുൽ മുഹമ്മദിയ്യ ആലപ്പുഴയിൽ തിളക്കമാർന്ന സാന്നിധ്യം തന്നെയാണ്. അതിന്റെ ചരിത്രം വായിക്കുമ്പോൾ ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം, നവോത്ഥാനം കൊതിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആവേശമല്ലാതെ മറ്റൊന്നും പകരുകയില്ല. ഇതിനെല്ലാം അടിത്തറവാകിയ മഹാന്മാരെ സംബന്ധിച്ച് നേരത്തെ ഇവിടെ പരാമർശിക്കുകയുണ്ടായി. വെളിച്ചം വിതറാൻ, ഒരു നാടിന് വെളിച്ചം പ്രസരിപ്പിക്കുന്ന പ്രകാശഗോപുരമായി മാറാൻ ലജ്നത്തുൽ മുഹമ്മദിയ്യക്ക് സാധിച്ചു എന്നുള്ളതാണ്. വിശ്വാസപരമായ ശാക്തീകരണത്തിലൂടെയാണ് സാമൂഹിക നവോത്ഥാനം സാധ്യമാവുക എന്ന വഖം മൗലവിയുടെ ഏറ്റവും വലിയ ഒരു ചിന്തയുണ്ടല്ലോ. ആ ചിന്തയെ പുൽകുവാൻ ലജ്നത്തുൽ മുഹമ്മദിയ്യയുടെ ഭാരവാഹികളെ ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഒരു സമൂഹത്തിൽ സാമൂഹിക ജീർണതകൾ തിടം വെക്കുകയും സാമൂഹിക ജീർണതകൾ നമ്മുടെ സ്വാസ്ഥ്യം കെടുത്തുകയും ചെയ്യുമ്പോൾ സാമൂഹിക നവോത്ഥാനത്തിന്റെ പാതയിൽ കരുത്തോടുകൂടി നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കാതെ വരും. ഇന്ന് കേരളീയ മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രയാസം സാമൂഹിക ജീർണതകളാണ്. മുസ്ലിം ലീഗിനെ പോലുള്ള ശക്തരായ രാഷ്ട്രീയ പാർട്ടികൾ ഈ സമൂഹത്തിലെ സാമൂഹിക ജീർണതകൾക്കെതിരെ, ധൂർത്തിനും ദുർവ്യയത്തിനുമെതിരെ അതിശക്തമായ കാമ്പയിനുകൾ സംഘടിപ്പിക്കുന്നതിന്റെ പിന്നിൽ നമ്മുടെ സാമൂഹിക വ്യവസ്ഥിതിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപജയത്തിന്റെ വ്യാപ്തിയാണ് സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നത് വിശ്വാസ രംഗത്ത്, സാംസ്കാരിക രംഗത്ത് ഒക്കെ അപരിഹാര്യമായ കുഴപ്പങ്ങളാണ് പൊട്ടിപ്പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സംസ്കാരത്തെ പരസ്യമായി വ്യഭിചരിക്കുന്ന രൂപത്തിലാണ് ചുംബന സമരങ്ങൾ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്.
പ്രവർത്തിക്കുന്നത്. അതുപോലെ യുവ സമൂഹത്തിലേക്ക് അതിവാദ സംഘങ്ങൾ നുഴഞ്ഞു കയറുകയും ഇരച്ചു കയറുകയും നമ്മുടെ യുവാക്കളുടെ മസ്തിഷ്കങ്ങളെ കഴുകിയെടുക്കുവാൻ വേണ്ടി തീവ്രവാദി സംഘടനകൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. മുസ്ലിം സമൂഹത്തെ വീണ്ടും ഒരു അടഞ്ഞ സമൂഹമാക്കി മാറ്റുവാനുള്ള ആസൂത്രിതമായ ശ്രമം കേരളത്തിൽ തകൃതിയായി നടക്കുന്നു എന്നുള്ളത് ലജ്നത്തുൽ മുഹമ്മദിയെ പോലുള്ള ഒരു നവോത്ഥാന സംഘം കാണാതെ പോയിക്കൂടാ. നാം കണ്ടു, നാം വായിച്ചു വളരെ വേദനയോടുകൂടി 130 കുട്ടികളെ നിരത്തി നിർത്തിക്കൊണ്ട് താലിബാൻ എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ തീവ്രവാദി സംഘങ്ങളിൽ ഒന്നായ പാകിസ്ഥാനിലും അഫ്ഗാനിലും ഒക്കെയുള്ള തീവ്രവാദി സംഘടനയായ തഹ്രീകെ താലിബാൻ 130 കുട്ടികളെ നിരത്തി നിർത്തിക്കൊണ്ട് വെടിവെച്ചു കൊല്ലുകയുണ്ടായി. ജിഹാദി ആവേശത്താലാണ് ഇവർ ചെയ്യുന്നത്. ഒരു സമൂഹത്തെ മുഴുവൻ ഇരുളിന്റെ ഇരുട്ടറയിലേക്ക് പിടിച്ചുകൊണ്ടു പോകുവാനുള്ള ആസൂത്രിതമായ ശ്രമം നടക്കുകയാണ്. സ്വാഭാവികമായും 1900 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കം അല്ലെങ്കിൽ 19-ാം നൂറ്റാണ്ടിന്റെ അവസാനം എന്ന് പറയുന്നത് ലോകം ആകെ കോളനൈസേഷന്റെ എന്ന ഒരു രീതിയിൽ മാറ്റങ്ങൾ വന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. കോളനൈസേഷന്റെ ഒപ്പം ബ്രിട്ടീഷ് എഡ്യൂക്കേഷൻ എന്നോ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ എന്നോ എന്ന് പറയാവുന്ന ഒരു സംവിധാനം അതിവിടെ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത് യൂറോപ്പിലാണ്. ഒരു ഘട്ടത്തിൽ മുസ്ലിം ലോകത്തെ നേരത്തെ ഇവിടെ സുഹൃത്ത് അബ്ദുൽ മജീദ് സലായി സൂചിപ്പിച്ച പോലെയുള്ള ആ ഒരു അറേബ്യൻ റിനൈസൻസിന് ശേഷം അത് യൂറോപ്പ് ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനെ വേദനയോട് ഓർക്കുന്നതിന് പകരം ചരിത്രത്തിലെ ഓരോ ഗതിവിഗതികൾ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആർണോൾഡ് ടോയംബിയെ പോലെ ഇബ്നു ഖൽദൂനെ പോലെ സിവിലൈസേഷനെ കുറിച്ച് പഠിച്ച ആളുകൾ പറയുന്നത് ഏതൊരു സിവിലൈസേഷനും ഒരു ഉത്ഭവവും ഒരു വളർച്ചയും കുട്ടിക്കാലവും യുവത്വവും പ്രൊഡക്ടിവിറ്റിയുടെ ഒരു കാലഘട്ടവും ഒരു അപചയവും ഒരു മരണവും ഉണ്ടാകും. അങ്ങനെ ഒരു സൈക്ലിംഗ് ഏതൊരു ചരിത്രത്തിലും ഉണ്ടാകും. മുസ്ലിം ലോകത്ത് യൂറോപ്പിൽ നിന്ന്, ഗ്രീക്കിൽ നിന്ന്, മെസപ്പൊട്ടോമിയയിൽ നിന്ന്, അലക്സാൻഡ്രിയയിൽ നിന്ന്, ഇന്ത്യയിൽ നിന്ന്, ചൈനയിൽ നിന്ന് എല്ലാ ശാസ്ത്രങ്ങളെയും സ്വീകരിച്ചുകൊണ്ട് അതിനെ ബൈത്തുൽ ഹിക്മയിലൂടെ അതിനെ സാംശീകരിച്ച് സ്വീകരിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്ത് അഡീഷൻ നടത്തി പുതിയ സമൂഹത്തിന് പുതിയ തത്വചിന്തകളെ കൊടുത്ത വലിയൊരു സാംസ്കാരിക പൈതൃകം ഉണ്ടായിരുന്നു. അത് ഒരുപാട് തരത്തിൽ ഡോക്യുമെന്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 1001 ഇൻവെൻഷൻസ് ആൻഡ് ദ ലൈബ്രറി ഓഫ് സീക്രട്ട് എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്ററി, ഒരു പുസ്തകം, ഒരു പ്രദർശനം ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. ബ്രിട്ടീഷ് ഇറാഖി തിയററ്റിക്കൽ ഫിസിഷ്യനായ ജിം ഖലീലിയുടെ മനോഹരമായ ചില പുസ്തകങ്ങളുണ്ട്. ഹൗസ് ഓഫ് വിസ്ഡം. ഞാൻ ഇതിനെ കുറിച്ച് പരാമർശിക്കുന്നില്ല വിശദമായി. അത് ആവശ്യമുള്ളവർക്ക് അത്തരം കാര്യങ്ങളെ കുറിച്ച് പഠിക്കാവുന്നതാണ്. ഓരോ വൈജ്ഞാനിക മേഖലയിലുമുള്ള ഒരു വികാസം ഒരു 1000 വർഷത്തോളം, യൂറോപ്യർ ഡാർക്ക് ഏജ് എന്ന് വിളിക്കുന്ന 1000 വർഷത്തോളം മുസ്ലിമീങ്ങൾ എങ്ങനെയാണ് നടത്തിയത്. പിന്നീട് സ്വാഭാവികമായ അപജയമുണ്ടായി. എല്ലാറ്റിനും ഓരോ കാരണമുണ്ടാകും. വേൾഡ് വാർ പഠിക്കുമ്പോൾ ഇമ്മീഡിയറ്റ് റീസൺ എന്ന് പഠിക്കുന്നു. സ്വാഭാവികമായ ഒരുപാട് കാരണങ്ങൾ പഠിക്കുന്നു. സ്വാഭാവികമായ കാരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് കോളനിവൽക്കരണമാണ്. രണ്ടാമതൊന്ന് കോളനിവൽക്കരണത്തിന്റെ പേരിൽ അറബി ഭാഷ ഇന്ന് ലോകത്ത് ഇംഗ്ലീഷ് ഭാഷക്കുണ്ടായിരുന്ന പോലെ അതിന് തൊട്ട് മുമ്പ് ലാറ്റിൻ ഭാഷക്കും ജർമ്മൻ, ഫ്രാൻസ്, ഇറ്റാലിയൻ, സ്പാനിഷ് ഭാഷകൾക്കും ഉണ്ടായിരുന്ന പോലെയുള്ള ഒരു ഗ്ലോബൽ ലാംഗ്വേജ്, അക്കാഡമിക് ലാംഗ്വേജ്, കൾച്ചറൽ ലാംഗ്വേജ്, അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ ആൻഡ് ട്രേഡ് ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു എക്സിസ്റ്റൻസ് അറബ് ഭാഷക്കുണ്ടായിരുന്നത് കൊണ്ട് എല്ലാ നോളജിന്റെയും പ്രൊഡക്ഷൻ നടന്നിരുന്നത് അറബി ഭാഷയിലായിരുന്നു. സ്വാഭാവികമായും യൂറോപ്പ് വിജ്ഞാനീയങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യുകയും അതിനെ പുതിയ രീതിയിൽ അവതരിപ്പിക്കുകയും ചെയ്തപ്പോൾ നോളജ് പ്രൊഡക്ഷൻ, അറിവിന്റെ ഉത്പാദനം അറബി ഭാഷയിൽ നടക്കാതെ പോയി. അതുകൊണ്ടാണ് ആ ഒരു ഗ്യാപ്പാണ് പലപ്പോഴും പൊന്നാനി പോലെ കേരളത്തിൽ വികസിച്ച മോസ്കോ കോളേജുകളിൽ, പള്ളി ദർസുകളിൽ റിസാലയും എൽമുൽ ഫലക്കും ആസ്ട്രോണമിയും മാത്തമാറ്റിക്സും ഒക്കെ പഠിപ്പിക്കുമ്പോൾ 3 നൂറ്റാണ്ട് പിറകിൽ രചിക്കപ്പെട്ട അറബിയിലുള്ള ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുകയും ആധുനിക ഭാഷയിൽ പൂർണ്ണമായ രീതിയിൽ പഠിക്കപ്പെടാത്ത അല്ലെങ്കിൽ അതിനോട് പല കാരണങ്ങളാൽ ഒരു തരം നിഷേധ സ്വഭാവം കാണിച്ചിരുന്നത് കൊണ്ട് ആധുനിക ഭാഷയിൽ ആ മേഖലയിലുള്ള എൽമിന്റെ പ്രൊഡക്ഷനെ, നോളജ് പ്രൊഡക്ഷനെ സ്വീകരിക്കാതെ പോവുകയും ചെയ്തിരുന്ന ഒരു സംവിധാനം ലോകത്ത് നിലനിന്നിരുന്നത്. ഈ ഒരു രൂപത്തിൽ വേദപഠനം ഏക മോണിറ്റോറിയൽ സിസ്റ്റം ആയിരുന്നു. ഒരു അധ്യാപകൻ തന്റെ വിദ്യാർത്ഥിക്ക് നേരിട്ട് പറഞ്ഞു കൊടുക്കുക. മുസ്ലിം സമൂഹത്തിലെ ദർസ് വിദ്യാഭ്യാസവും പ്രാചീന വിദ്യാഭ്യാസ സംവിധാനവും ഒരു അധ്യാപകന്റെ കീഴിൽ നിന്ന് അറിവ് പഠിക്കുന്ന സംവിധാനത്തിൽ നിന്നായിരുന്നു. പിന്നീടാണ് ബ്രിട്ടീഷ് എഡ്യൂക്കേഷൻ വന്നത്. കേരളത്തിൽ, ഇന്ത്യയിൽ മുസ്ലിം സമൂഹം ലോകത്താകമാനം ചർച്ച ചെയ്തു. അങ്ങനെ ഒരു ബോർഡ് വെക്കുന്ന, ചോക്ക് കൊണ്ടെഴുതുന്ന, ക്ലാസ്സിൽ ബെഞ്ചിട്ടിരിക്കുന്ന, ഒരു പീരീഡുകളുള്ള, ടൈം ടേബിളുകളുള്ള ഒരു സിസ്റ്റം നമുക്ക് വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പാക്കണോ വേണ്ടയോ? അങ്ങനെ സമൂഹം മൊത്തത്തിൽ അതിനെ സ്വീകരിക്കാൻ തുടങ്ങി. സ്വാഭാവികമായും എഡ്യൂക്കേഷൻ എക്സ്പേർട്ടുകൾ അതിന്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന് ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട്. കാരണം ഒരു ക്ലാസ്സിൽ 40 വിദ്യാർത്ഥികൾ ഉണ്ടാകുമ്പോൾ അവരുടെ കംപ്രഹൻഷൻ
പൊട്ടൻഷ്യൽ ലെവൽ വളരെ വ്യത്യസ്തമാകുന്നു. ഈസി ലേണിംഗ് ഉള്ള കുട്ടികളുണ്ട്, വളരെ ബുദ്ധിമുട്ടി പഠിക്കുന്ന കുട്ടികളുണ്ട്, ആവറേജ് പഠിക്കുന്ന കുട്ടികളുണ്ട്. ഈ കുട്ടികളെ മുഴുവനും ഒരു സോഷ്യൽ പ്രഷർ കാരണം ഒന്നിച്ച് സ്ഥാനക്കയറ്റം കൊടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് 100 മേനി എന്നത് വലിയ പ്രശ്നമായി മാറിയത്, നമ്മൾ ഗ്രേഡിംഗ് സിസ്റ്റത്തിലേക്ക് മാറിയത്. സ്വാഭാവികമായും ഓരോ കാലഘട്ടത്തിന്റെ സമയത്തിന്റെ നീഡ് അനുസരിച്ച് സമൂഹ മാറ്റങ്ങൾക്ക് വിധേയമാകുന്നു. ഇന്ന് ഏറ്റവും വലിയ പ്രതിസന്ധി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഹോം സ്കൂളുകളിലേക്ക് മാറുന്നത്. അത് അവിടെ ഒരു വിദ്യാർത്ഥിക്ക് പഴയ മോണിറ്റോറിയൽ സിസ്റ്റത്തിൽ നല്ല ഗ്രാസ്പിംഗ് പവർ ഉള്ള ഒരു വിദ്യാർത്ഥിക്ക് 4ഉം 5ഉം ടെക്സ്റ്റുകളും 5ഉം 6ഉം വിഷയങ്ങളും ഒരേ സമയം ഒരു വർഷം കൊണ്ട് പഠിച്ചു തീർക്കാൻ കഴിയുമെങ്കിൽ ആ ഒരൊറ്റ വിദ്യാർത്ഥിക്ക് എത്രയും പെട്ടെന്ന് വിദ്യാഭ്യാസ മേഖലയുടെ ഉയർച്ചയിലേക്ക് കയറിപ്പോകാനുള്ള പടവുകൾ ഒരുക്കി കൊടുക്കാൻ മോണിറ്റോറിയൽ സിസ്റ്റത്തിന് സാധിക്കുകയും വളരെ സ്ലോ ലേണറായ ഒരു വിദ്യാർത്ഥിക്ക് മറ്റു വിദ്യാർത്ഥികളുടെ ഇടയിൽ അപമാനം സഹിക്കാതെ അവന് ഇഷ്ടമുള്ള രീതിയിൽ അവന് ഒരു വിഷയം, ഒരു ടെക്സ്റ്റ് മാത്രം 1 വർഷം നീണ്ടു നിൽക്കുന്ന പഠനത്തിലൂടെ പഠിക്കാൻ സംവിധാനം ഉണ്ടാകുന്നു. അതുകൊണ്ട് 1 നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ ഹോം സ്കൂളിലേക്ക് സമൂഹം എന്ന് ഏതൊരു വിദ്യാഭ്യാസ മേഖല, വിദ്യാഭ്യാസം ഏതൊരു സമൂഹത്തിൽ നിന്ന് നമ്മൾ സ്വീകരിച്ചോ അവിടെ നിന്ന് ഹോം സ്കൂളിൽ ലോകത്തേക്ക് വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കണ്ടക്സ്റ്റലൈസ് ചെയ്യണം. ആ കാലഘട്ടത്തിന് അനുസൃതമായ രീതിയിൽ എങ്ങനെയാ സമൂഹം അതിനോട് പ്രതികരിച്ചത് എന്ന് ഇത്തരം കാര്യത്തിൽ നോക്കണം. മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം റിനൈസൻസ്, റിഫോർമേഷൻ എന്ന 2 പദം യൂറോപ്പിൽ നിന്ന് കടമെടുത്തതാണെങ്കിലും മുസ്ലിമീങ്ങളുടെ ടെർമിനോളജിയിൽ കാലങ്ങളായി, നൂറ്റാണ്ടുകളായി അവർ രൂപം കൊടുത്ത ഒരുപാട് ബ്രാഞ്ചസ് ഓഫ് നോളജിൽ എങ്ങനെയാണ് ഒരു സാമൂഹികമായ മാറ്റങ്ങളെ അതിന്റെ എല്ലാ അർത്ഥത്തിലും നോക്കിക്കാണേണ്ടത് എന്നതിന് കൃത്യമായ ടെർമിനോളജിയും അതുമായി ബന്ധപ്പെട്ട ആശയങ്ങളും അതിന്റെ ടൂൾസും രൂപപ്പെട്ടിരുന്നു. ഇസ്ലാഹ്, തജ്ദീദ് എന്ന 2 വാക്കുകൾ അതിൽ വളരെ അടിസ്ഥാനപരമാണ്. മുജദ്ദിദ് എന്ന് പറയപ്പെടാറുണ്ട്. തജ്ദീദ് എന്ന് പറയുന്നത് ഓരോ നൂറ്റാണ്ടിലും ആ സമൂഹം അനിവാര്യമായി ആശിക്കുന്ന രീതിയിൽ ഒരു പ്രത്യയശാസ്ത്രം വ്യത്യസ്തമായ ഇടങ്ങളിലേക്ക് പ്രചരിപ്പിക്കപ്പെടുമ്പോൾ അവിടുത്തെ നീഡ് അനുസരിച്ച് അതിനെ എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കുക എന്ന് പറയുന്ന ഒരു സംവിധാനത്തിനാണ് അത് ഏറ്റവും നല്ല രീതിയിൽ നിർവഹിക്കുന്ന ഒരു മുജദ്ദിദ് ഓരോ നൂറ്റാണ്ടിലും വരുമെന്ന ഒരു തത്വശാസ്ത്രം, ഒരു തിയോളജിക്കൽ പെർസ്പെക്റ്റീവ് മുസ്ലിം സമൂഹത്തിൽ നിലവിലുണ്ട്. ഇസ്ലാഹ് എന്ന് പറയുന്നത് സാംസ്കാരികമായ രീതിയിൽ അപജയം സംഭവിക്കുമ്പോൾ സ്വാഭാവികമായും ഓരോ സമൂഹത്തിനും നേരത്തെ ടോൺബിയെ പരാമർശിച്ച പോലെ, ഇബ്നു ഖൽദൂനെ പരാമർശിച്ച പോലെ സമൂഹത്തെ കുറിച്ച് പഠിക്കുമ്പോൾ അതിന്റെ വളർച്ചയും ഉത്ഭവവും യുവത്വവും പിന്നീട് പരാജയവും ഉണ്ടാവുന്ന ഒരു ഘട്ടത്തിൽ സ്വാഭാവികമായ അപജയങ്ങൾ ഉണ്ടാകാം. നന്മ കേൾക്കുന്നിടത്തോളം, കേൾക്കാതിരിക്കുന്ന കാലത്തോളം തിന്മയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകാം. അതുകൊണ്ടാണ് വളരെ വിശുദ്ധമായി പറഞ്ഞത് ഇടയ്ക്കിടെ ഓർമ്മപ്പെടുത്തി കൊടുക്കണം. അത് വിശ്വാസികളായ ആളുകൾക്ക് തന്നെ ഉപകാരപ്പെടുമെന്ന് പറയാൻ കാരണം ഈ ഒരു സംജ്ഞയുടെ, ഈ ഒരു ആശയത്തിന്റെ കീഴിൽ നിന്നാണ് ഇസ്ലാഹ് നടക്കും. ഇടയ്ക്കിടെ പണ്ഡിതന്മാർ വന്നുകൊണ്ട് അപജയം സംഭവിക്കുന്നിടത്ത് മാറ്റങ്ങൾക്ക് വിധേയമായി നീക്കം കൊടുക്കും. ഈ ഒരു ഇസ്ലാമും തജ്ദീദും ഓരോ സമൂഹത്തിലും, വിശിഷ്യ മുസ്ലിം സമൂഹത്തിൽ കാലങ്ങളായി കടന്നു വന്നിട്ടുണ്ട്. മുസ്ലിം സമൂഹം നേരിട്ട വലിയൊരു വിഷയം വ്യത്യസ്തമായ അറേബ്യൻ ഇസ്ലാം എന്നുള്ള രീതിയിലല്ല, ഇസ്ലാം ലോക സമൂഹത്തിന്റെ ഒരു മതമായിട്ടാണ് കാണുന്നത്. അങ്ങനത്തെ ഭരണാധികാരികളെ കടന്നു വന്ന വൈദേശികാധിപത്യം ക്രൈസ്തവ മിഷണറിമാരായിരുന്നു, ക്രൈസ്തവ സഹോദരന്മാരായിരുന്നു. അവർ അഹ്ലുൽ ബൈത്തായിരുന്നു. അവർക്ക് സവാഉൻ ബൈനനാ വബൈനകും കലിമത്തുൻ സവാഇൻ ബൈനനാ. ഖുർആൻ പോലും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളും നിങ്ങളും തമ്മിൽ ഏകദൈവം എന്ന വിഷയത്തിൽ, ഗ്രന്ഥങ്ങൾ എന്ന വിഷയത്തിൽ, റിസാലത്ത്, പ്രവാചകന്മാരെന്ന വിഷയത്തിൽ യോജിപ്പുണ്ട്. നമ്മുടെ ഇടയിൽ ഒരു യോജിപ്പുണ്ട് എന്ന് പറയുന്ന ഖുർആൻ പോലും പറഞ്ഞ 2 മതവിഭാഗങ്ങൾ, ഈ 2 മതവിഭാഗങ്ങൾ ചേർന്നു നിൽക്കുന്നതിന് പകരം വൈദേശികാധിപത്യത്തിനെതിരെ ജാത്യാചാരം അനുഷ്ഠിച്ചിരുന്ന, അതുപോലെ തന്നെ ഇവിടെ ബഹുദൈവാരാധകരായിരുന്ന സാമൂതിരി രാജാവിനെ അനുകൂലിച്ച് അവർക്ക് വേണ്ടി പടവെട്ടി അവർക്ക് വേണ്ടി ജിഹാദ് ചെയ്യുന്നത്, വൈദേശികാധിപത്യത്തിനെതിരെ ജിഹാദ് ചെയ്യുന്നത് ധർമ്മസമരമാണെന്ന് പഠിപ്പിച്ച് പള്ളിയിൽ നിന്ന് പ്രസംഗം നടത്തി അതിന്റെ പേരിൽ ആദ്യത്തെ ലോകം കണ്ട ഏറ്റവും ആദ്യത്തെ അധിനിവേശ വിരുദ്ധ സമര സാഹിത്യങ്ങളിൽ പ്രധാനമായ തുപ്പത്തുൽ മുജാഹിദീൻ എഴുതിയത് പള്ളിയിൽ നിന്ന് ആത്മീയമായ പ്രഭാഷണം നടത്തിയ മഹാനായ പൊന്നാനിയിലെ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമാണ്. അങ്ങനെ രാഷ്ട്രീയമായി സംവദിക്കാൻ അദ്ദേഹമാണ് ബീജാപ്പൂരിലെ ആദിൽ ഷാ സുൽത്താനെ കത്തെഴുതി കൊടുത്തത്. ഇവിടുത്തെ മുസ്ലിം ഭരണാധികാരിയെ കണ്ടുപിടിക്കണം. കോഴിക്കോട്ടെ ഖാദി മുഹമ്മദ് കത്തെഴുതി കുറിച്ചു. കോഴിക്കോട്ടെ ചാലിയം കോട്ട കീഴടക്കിയപ്പോ ഖാദി മുഹമ്മദ് ബീജാപ്പൂർ സുൽത്താനെ കത്തെഴുതിയിട്ട് പറഞ്ഞു, നിങ്ങൾ കണ്ടുകൊള്ളുക, ഒരു അമുസ്ലിം ഭരണാധികാരിയും ഞങ്ങൾ എങ്ങനെയാ സഹായിക്കുന്നതെന്ന് മുസ്ലിം ഭരണാധികാരികളെ നിങ്ങൾ കണ്ടുകൊള്ളുക. മാത്രമല്ല അദ്ദേഹം പറഞ്ഞു, ഇവിടുത്തെ മുസ്ലിം ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥന നടത്തണം. ഞാനിത് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുകയല്ല, രാഷ്ട്രീയമായ സാഹചര്യം എങ്ങനെ വേണമെന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ധാരണ അന്നത്തെ മുസ്ലിം സമൂഹത്തിൽ ഉണ്ടായിരുന്നു. മൂന്നാമതായിട്ട് ആ ഒരു വിഷയത്തിൽ സാമൂഹികമായി വളരെ
ഒരു പ്രദേശത്തേക്ക് നടന്നു പോകാൻ നിഷേധിക്കപ്പെട്ടിരുന്ന ജാത്യാചാരങ്ങൾ, ഉച്ചനീചത്വങ്ങൾ, തൊട്ടുകൂടായ്മ, അൺടച്ചബിലിറ്റി, ഇത് മുഴുവനും സജീവമായി നിലനിന്നിരുന്ന, പുറത്തു ചൂല് കെട്ടിവെച്ച് നടന്നിരുന്ന പാവപ്പെട്ട അധകൃതരെന്ന് വിലയിരുത്തപ്പെട്ടിരുന്ന പാവപ്പെട്ട വിഭാഗം, മാറുമറക്കാൻ പോലും അവകാശം നിഷേധിക്കപ്പെട്ട പാവപ്പെട്ട സ്ത്രീ സമൂഹം, ഇങ്ങനെ വളരെ ഓരോ സമൂഹത്തിനും മാറ്റങ്ങൾ കൊണ്ട് മലയാളി മെമ്മോറിയൽ ആണെങ്കിലും SNDP ആണെങ്കിലും മഹാനായ ഒരുപാട് ആളുകൾ, മഹാന്മാരായ ഒരുപാട് ശ്രീനാരായണ ഗുരുവിനെ പോലത്തെ ഒരുപാട് ആളുകൾ, അയ്യങ്കാളിയെ പോലെ ഒരുപാട് ആളുകൾ സാംസ്കാരികമായി ഈ പുരോഗതിയുടെ പിന്നിൽ പ്രവർത്തിച്ചു എന്ന് പറയുന്നതിനോട് ഈ ഒരു സംസ്കാരത്തെ ചേർത്ത് വെക്കുമ്പോൾ അതിനെ വളരെ വളരെ പ്രത്യേകമായ ഒരു കാഴ്ചപ്പാടോട് കൂടി ഞാൻ അനുഭവിക്കണം. അവിടെ ഇത്തരം ആളുകൾ എന്തുകൊണ്ടാണ് മതം മാറ്റം വ്യാപകമായി വന്നത്? മതം മാറ്റം ഇന്ന് വലിയ രാഷ്ട്രീയ വിഷയമായി മാറിയിരിക്കുക. ഞാൻ അതിലേക്ക് പോകുന്നില്ല. 1900-ലാണ് പൊന്നാനിയിൽ മഖൂനത്തുൽ ഇസ്ലാം സഭ എന്ന് പറയുന്ന ഒരു സ്ഥാപനം സ്ഥാപിക്കപ്പെടുന്നത്. മതം മാറി വരുന്നവർക്ക് പുതിയ വിശ്വാസത്തെ കുറിച്ച് പഠിക്കാൻ വേണ്ടി സംസ്ഥാപിക്കപ്പെട്ട എന്തിലേക്ക് കടന്നു വരുന്നത്? ജാത്യാചാരം അനുഷ്ഠിക്കുന്ന ഒരു വിഭാഗത്തിൽ നിന്ന് ആളുകൾ കടന്നു വരുമ്പോൾ പാവപ്പെട്ട ആളുകൾ അവരെ ചേർത്ത് വെച്ചുകൊണ്ട് ഒപ്പം വരുന്ന ഭക്ഷണം കഴിക്കുന്ന സംവിധാനം ഉണ്ടാകുന്നു. ഈ ഒരു പ്രതലത്തിൽ നിന്നുകൊണ്ട് ആത്മീയമായ സാഹചര്യം ഉണ്ടായിരുന്നു. ഇവിടെ എവിടെയാണ് മുസ്ലിം സമൂഹം വളരെ പിറകോട്ട് പോയതെന്ന് ചിന്തിക്കുമ്പോൾ സാമ്പത്തികമായി, നേരത്തെ തോമസ് ഐസക് സാറിനെ ഞാൻ വീണ്ടും കോട്ട് ചെയ്യുകയാണ്, അവർ ഒരു മാർക്സിസ്റ്റ് എക്സ്പ്ലനേഷൻ ആണെങ്കിൽ അതിൽ പോലും ഇവിടുത്തെ ജന്മികുടിയാൻ വ്യവസ്ഥകൾ, ഇവിടുത്തെ സാമ്പത്തികമായ ഗതി വ്യത്യാസങ്ങൾ, നേരത്തെ ഇവിടെ കച്ചവടത്തെ കുറിച്ച് പറഞ്ഞു. ആലപ്പുഴ പട്ടണത്തിലെ കച്ചവടക്കാരിൽ പ്രമുഖർ മുസ്ലിം വർത്തക പ്രമുഖന്മാരായിരുന്നു എന്ന് പറഞ്ഞു. വളരെ വ്യാപകമായി കച്ചവടം ചെയ്തിരുന്ന ഒരു സമൂഹം സാമ്പത്തികമായി ഏറ്റവും വലിയ വെല്ലുവിളി നേരിടുകയും പരാജയപ്പെടുകയും വളരെ മോശമായ ഒരു ജീവിത സാഹചര്യത്തിലേക്ക് നീങ്ങിപ്പോവുകയും 1921 വളരെ കുടിലമായ സാഹചര്യങ്ങൾ ഉണ്ടായപ്പോൾ പട്ടിണിയും പരിവട്ടവും പൂർണ്ണമായി നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം, ഇങ്ങനെ വളരെ വലിയ പ്രത്യാഘാതങ്ങൾ ഒരു സമൂഹം നേരിട്ടിരുന്നു. ഇവിടെയാണ് റെസ്പോൺസസ് ഉണ്ടാകുന്നത്, ഇതിനോടുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത്. ഒരു ഭാഗത്ത് മുസ്ലിം സമൂഹത്തിന്റെ ആത്മീയ നായകന്മാർ നോക്കിക്കാണുമ്പോൾ, നേരത്തെ ഇവിടെ രണ്ട് പ്രഭാഷകർ പറഞ്ഞ പോലെ ആത്മീയതയെ വളരെ കൃത്യമായി നിൽക്കുന്ന ഒരുതരം യുക്തിവാദവും റേഷണലിസവും ഈ ദൈവത്തെക്കുറിച്ചും ദൈവനിഷേധവും എല്ലാം ഒരു ഭാഗത്ത് കടന്നു വരുന്നു. രണ്ടാമതൊരു ഭാഗത്ത് ഒരു മതവിശ്വാസി എന്ന രീതിയിൽ ക്രൈസ്തവ മിഷണറി പ്രവർത്തനങ്ങൾ അവർ വളരെ ഗൗരവപൂർവ്വം കാണുന്നു. മൂന്നാമതായി ഒരു വിഭാഗം, അറിവില്ലാത്ത ഒരു വിഭാഗം, വളരെ തെറ്റായ പ്രവണതകൾ മതത്തിന്റെ പേരിലോ അല്ലാതെയോ അന്ധവിശ്വാസങ്ങൾ എന്ന് വിളിക്കാവുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ എങ്ങനെയാണ് സമീപനം രൂപപ്പെടുത്തേണ്ടത്? കൃത്യമായ ഒരു സാധനത്തെ പൂർണ്ണമായും സ്വീകരിക്കുകയോ തിരസ്കരിക്കുകയോ ചെയ്യുന്നതിന് പകരം സമൂഹശാസ്ത്രജ്ഞന്മാർ, സോഷ്യോളജിസ്റ്റുകൾ പറയുന്ന ഒരു സംഗതിയുണ്ട്, ട്രഡീഷൻ ഇസ് നോട്ട് വേഴ്സസ് മോഡേണിറ്റി. ട്രഡീഷൻ എന്ന് പറയുന്നത്, പാരമ്പര്യം എന്ന് പറയുന്നത് മോഡേണിറ്റിക്ക്, ആധുനികതക്ക് വിരുദ്ധമല്ല. അവിടെ ഒരു ആൾട്ടർനേറ്റീവ് മോഡേണൈസേഷൻ സംഭവിക്കുന്നുണ്ട്, ക്രിയേറ്റീവ് മോഡേണൈസേഷൻ സംഭവിക്കുന്നുണ്ട്. അതിലൂടെയാണ് മുസ്ലിം സമൂഹത്തിന്റെ ആത്മീയ നായകന്മാർ, പണ്ഡിതന്മാർ നിലനിന്നുകൊണ്ട് ചെയ്തത്. ഒരു നൂറ്റാണ്ടുകാലം നിരീക്ഷണവാദം തലയിൽ വളരെ വ്യാപകമായി, വളരെ അയൺ പവറോടുകൂടി സമൂഹത്തെ ക്രൂരമായ രീതിയിൽ അതിക്രമിച്ച് കീഴടക്കി കൊടുക്കുന്ന USSRന്റെ ഒരു ചരിത്രം കാണാൻ സാധിക്കും. ഇന്ന് അവിടെ ആ വിശ്വാസം നിലനിർത്തിയതിനെ കുറിച്ച് പഠിക്കുന്നു. ഗ്രാമങ്ങളിൽ ആത്മീയാംശത്തോടുകൂടി പണ്ഡിതന്മാർ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് ഇന്ന് സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളിൽ ഒരു തിരിച്ചുവരവ് സാധ്യമാകുന്നത്. ഈ അൾട്രാ സെക്യുലറിസത്തെ ഏറ്റവും ശക്തമായ രീതിയിൽ ആർമിയുടെ പവറോടുകൂടി അവതരിപ്പിച്ച തുർക്കിയിലെ ഇസ്ലാമിക ഖിലാഫത്തിനു ശേഷമുള്ള അത്താതുർക്കിന്റെ ഭരണത്തിനു ശേഷം ഒരു നൂറ്റാണ്ട് കഴിയുമ്പോഴേക്ക് അവിടെ വലിയ രീതിയിലുള്ള വിശ്വാസത്തിന് അനുകൂലമായി ആധുനികതയോടെ എതിർക്കാത്ത രീതിയിൽ ഒരു മാറ്റം വരുന്നത് അവിടെ ആത്മീയ പ്രതലമുള്ള, ആത്മീയാംശമുള്ള ഒരു സംസ്കാരം നിലനിന്നുകൊണ്ടാണ്. ഇവിടെ ഒരു ആശയം കിട്ടിയിട്ട് ആ ആശയവുമായി പോയി നിങ്ങളൊക്കെ അറാബികൾക്കും പാവപ്പെട്ടവരെന്ന് പറഞ്ഞ് അവരൊക്കെ നിങ്ങൾ അത് ചെയ്യുന്നതിന് അന്ധന്മാർ, അവിശ്വാസികൾ, ഔട്ട്ഡേറ്റഡ്, വളരെ പോഷമായവരെന്ന് പറഞ്ഞ് എലീറ്റായ ഒരു വിഭാഗം മാറി നിന്നുകൊണ്ട് പരിഹസിക്കുമ്പോൾ രാഷ്ട്രീയ നായകന്മാർ, മഹാന്മാരായ പണ്ഡിതന്മാർ, ആത്മീയ നായകന്മാർ അവർ ചെയ്ത ഒരു രീതിയുണ്ട്. പാവപ്പെട്ടവരുടെ ഒപ്പം നിന്നുകൊണ്ട്, അധസ്ഥിത വിഭാഗത്തിന്റെ ഒപ്പം നിന്നുകൊണ്ട് അവരെ ക്രമേണ അവരുടെ വിശ്വാസത്തെ മാറ്റിയെടുക്കുകയും അവരുടെ രീതികളെ മാറ്റിയെടുക്കുകയും അവരുടെ വിശ്വാസം നഷ്ടപ്പെടാതെ പുതിയ മാറ്റങ്ങളോട് സമ്മതിക്കാൻ അവരെ പാകമാക്കുകയും ചെയ്യുന്ന ഒരു ടെൻഡൻസി ഉണ്ട്, ഒരു ടെക്നിക് ഉണ്ട്. ഒരു സോഷ്യൽ ചേഞ്ച് പഠിക്കുമ്പോൾ നമുക്ക് ഏറ്റവും വ്യവസ്ഥാപിതമായി കാണാൻ സാധിക്കുന്നു. എനിക്ക് തോന്നുന്നു ലജ്നത്തുൽ മുഹമ്മദിയ എന്ന പേര് പോലും നിങ്ങൾക്ക് കാണാം. മദ്രസത്തുൽ മുഹമ്മദിയ എന്ന് പറയുന്ന ഒരു സ്കൂൾ ഉണ്ട് കോഴിക്കോട്ട്. മദ്രസത്തുൽ മുഹമ്മദിയ സ്കൂൾ എന്നാണ് അതിന്റെ പേര്. എന്താ മദ്രസത്തുൽ മുഹമ്മദിയ സ്കൂൾ എന്ന് പേര് വെക്കാൻ കാരണം? മദ്രസത്തുൽ മുഹമ്മദിയ എന്ന് പേര് വെച്ചാൽ സ്കൂളിലേക്ക് ആളുകൾ കടന്നു വരും, അല്ലെങ്കിൽ അത്
ബ്രിട്ടീഷ് എഡ്യൂക്കേഷൻ ആണ്, അത് ക്രൈസ്തവ പൗരോഹിത്യമാണ്, അല്ലെങ്കിൽ അത് മതത്തിന് നിരക്കാത്തതെന്നാണെന്ന് ചിന്തിക്കും. മദ്രസത്തുൽ മുഹമ്മദിയ സ്കൂൾ 1892 തോന്നുന്നു, 1892 മദ്രസത്തുൽ മുഹമ്മദിയ സ്കൂൾ കോഴിക്കോട്ടെ വർത്തക പ്രമുഖന്മാർ മഹാന്മാരായ ബാപ്പക്കി തങ്ങളുടെ കുടുംബമടക്കമുള്ള ആളുകൾ അവിടെ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നത്. മദ്രസ എന്ന പേരിൽ ഒരുപാട് ചാലിയത സ്കൂൾ മദ്രസ എന്ന പേരിലായിരുന്നു സ്കൂൾ സ്ഥാപിക്കപ്പെട്ടത്. ഈ ലജ്നത്തുൽ മുഹമ്മദിയ എന്ന പേരിനോട് പോലും എനിക്കൊരു അഭിനിവേശം തോന്നുന്നത് മുഹമ്മദിയ എന്ന മുഹമ്മദ് നബിയുടെ ആ ഒരു പേര് സ്വീകരിച്ചു കഴിഞ്ഞ 19 വർഷമായിട്ട് എനിക്ക് തോന്നുന്നു, 80 വർഷമായി ഇവിടെ നബിദിന സമ്മേളനം നടന്നുകൊണ്ടിരിക്കും. ഞാൻ കുറച്ചു കാലമായി ഇതിനെക്കുറിച്ച് കുറച്ച് പഠിക്കാൻ ശ്രമിച്ച ഒരു വ്യക്തി എന്ന രീതിയിൽ ഇവിടെ നബിദിന സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് സമൂഹത്തിൽ. ഒരു വിഭാഗം അത് പാടില്ല എന്ന് പറയുന്നു. അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണ്, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഓരോരുത്തരും അവരുടെ വിശ്വാസത്തെ സ്വീകരിക്കുകയും മറ്റൊരാളുടെ വിശ്വാസത്തോട് ശത്രുത പുലർത്താതിരിക്കുകയും അസഹിഷ്ണുത പുലർത്താതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു മുസ്ലിമിന് ഇതിൽ സ്വീകരിക്കേണ്ട, ഏതൊരു മനുഷ്യനും ഇതിൽ സ്വീകരിക്കേണ്ട സമീപനം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പാവപ്പെട്ട ആളുകളെ ഒരു സമൂഹത്തിന്, ഇവിടെ നേരത്തെ ചാവറയച്ചനെ സൂചിപ്പിച്ചു, തോമസ് ഐസക് ചാവറയച്ചനെ സൂചിപ്പിച്ചു, പുണ്യാളനായി വാഴ്ത്തപ്പെട്ട ചാവറയച്ചനെ കുറിച്ച് സൂചിപ്പിച്ചു. എന്നാൽ ചാവറയച്ചന്റെ പ്രസക്തി സമൂഹത്തിൽ അദ്ദേഹം ഇവിടെ ഗവൺമെന്റുകൾ സ്കൂളുകളിൽ പള്ളിക്കൂടങ്ങളിൽ ഭക്ഷണം കൊടുക്കുന്നതിന് മുമ്പ്, എത്രയോ മുമ്പ് ഉച്ചക്കഞ്ഞി നടപ്പിലാക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്ത മനുഷ്യനാണ്. എത്രയോ മുമ്പ് പാവപ്പെട്ട ആളുകൾക്ക്, വിദ്യാഭ്യാസമില്ലാത്ത ആളുകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ ചർച്ചുകളിൽ പള്ളിക്കൂടങ്ങൾ തുടങ്ങാൻ വേണ്ടി ആഹ്വാനം കൊടുത്ത മനുഷ്യനാണ്. ആരാ ചാവറയച്ചൻ? കാത്തോലിക്ക സഭയിൽ നിന്ന് വളർന്നു വന്ന ആൾ. ആരാ കാത്തോലിക്ക സഭ? യൂറോപ്പിൽ റെനൈസൻസ് ആർക്കെതിരെയാണോ വന്നത്? ആരാണ് പുരോഗതിയുള്ളവർ, ആരാ പുരോഗതിയില്ലാത്തവർ എന്ന് ചർച്ച ചെയ്തപ്പോ പുരോഗതിയില്ലാത്തവരുടെ കൂട്ടത്തിൽ നിന്ന് കടന്നു വന്ന മനുഷ്യനാണ്. പുരോഗതിയില്ലാത്തവരുടെ കൂട്ടത്തിൽ നിന്ന് കടന്നു വരുമ്പോഴാണ് അവരെ ആത്മീയമായ നായകത്വം നൽകുമ്പോഴാണ് അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ, വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കുക. ഞാൻ പറഞ്ഞു വന്നത്, ഈ ചരിത്രത്തിൽ, നവോത്ഥാന ചരിത്രത്തിൽ ആരുടെയും പങ്ക് നിഷേധിക്കാനല്ല. പക്ഷേ ഇവിടെ നിശബ്ദമായി സ്വന്തം ചരിത്രങ്ങൾ എഴുതാത്ത, ആത്മകഥകൾ എഴുതാത്ത, പ്രചരിപ്പിക്കപ്പെടാത്ത നമസ്കാരപ്പായകളിൽ അല്ലാഹുവിനെ ധ്യാനിച്ചുകൊണ്ട് കണ്ണുനീരൊലിപ്പിച്ച് ലോകം കണ്ട ഒരുപാട് ആളുകളുണ്ട്. അവർ സമൂഹത്തെ വഴി നടത്താൻ, വിശ്വാസം സംരക്ഷിച്ചുകൊണ്ട് മാറ്റങ്ങളോട് പ്രതികരിക്കാൻ സമൂഹത്തെ പഠിപ്പിച്ച ഒരുപാട് ആളുകളുണ്ട്. അവരുടെ പങ്ക് കൂടി ചേർത്ത് വായിക്കപ്പെടണം. ആ പങ്ക് ചേർത്ത് വായിക്കുമ്പോഴാണ് സാധാരണക്കാരുടെ ഒപ്പം നിന്നുകൊണ്ട് തീരദേശപ്രദേശത്ത് പാവപ്പെട്ടവർക്ക് വിദ്യാഭ്യാസം നൽകാൻ, അവരുടെ വിശ്വാസം നഷ്ടപ്പെടാതെ ഇനിയൊരു നൂറ്റാണ്ടുകാലം, 2 നൂറ്റാണ്ടുകാലമോ ബ്രിട്ടീഷ് എഡ്യൂക്കേഷനിലൂടെ വളർന്നു വരുന്ന ആളുകൾക്കാണ് ലോകത്ത് തൊഴിൽ സാധ്യതകൾ ഉള്ളത്. അവർക്കാണ് എലീറ്റിസം കൊടുക്കപ്പെടുന്നത്. അതുകൊണ്ട് നിങ്ങൾ അതിലേക്ക് കടന്നു വരണം. പക്ഷേ നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾ സറണ്ടർ ചെയ്തുകൂടാ എന്ന ഒരു സമീപനം, അതൊരു സമീപനമാണ്, അതൊരു സ്കൂളിംഗ് ആണ്. ചിലപ്പോൾ നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് തിരിച്ചറിയപ്പെട്ടേക്കാം. അങ്ങനെയുള്ള ഒരു വായന കൂടി ഇതിന് നടത്തപ്പെടണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നിങ്ങൾക്ക് നന്ദി. ഇനിയൊരു പ്രസംഗത്തിന് പ്രസക്തി ഇല്ലെങ്കിലും 1-2 വാക്കുകൾ സംസാരിക്കുക, ഔപചാരികതയുടെ പേരിൽ 1-2 വാക്കുകൾ സംസാരിക്കുകയാണ്. ലജ്നത്തുൽ മുഹമ്മദിയ ആഘോഷങ്ങളുടെ ഭാഗമായി നടക്കുന്ന നവോത്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ എനിക്ക് സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന മുസ്ലിം സമുദായത്തെ മുഖ്യധാരയിൽ എത്തിക്കുവാൻ വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ കഴിയൂ എന്ന കാഴ്ചപ്പാടോടെ മഹാത്മാക്കളായ സ്ഥാപകർ ആണ് 1914 ലജ്നത്തുൽ മുഹമ്മദിയ എന്ന പ്രസ്ഥാനത്തിന് രൂപം നൽകിയത്. 2014 ശതാബ്ദി ആഘോഷിക്കുമ്പോൾ എടുത്തു പറയത്തക്ക ഒട്ടനവധി നേട്ടങ്ങൾ സമുദായത്തിനും സമൂഹത്തിനും ചെയ്യാൻ ലജ്നത്തുൽ മുഹമ്മദിയയ്ക്ക് കഴിഞ്ഞു എന്നതിൽ ലജ്നത്തിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്ന നിലയിൽ എനിക്ക് അതിയായ സന്തോഷവും അഭിമാനവും ചാരിതാർത്ഥ്യവുമുണ്ട്. ലജ്നത്തുൽ മുഹമ്മദിയയുടെ മഹത്തായ സംഘടന മതേതരത്വത്തിൽ ഊന്നി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് വിവാഹ ധനസഹായം, വിദ്യാഭ്യാസ സഹായങ്ങൾ, ചികിത്സാ സഹായങ്ങൾ ഏതു ജാതിയോ മതമോ നോക്കാതെയാണ് സത്യത്തിൽ ലജ്നത്തുൽ മുഹമ്മദിയ ഇവിടെ വിതരണം ചെയ്യുകയും ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ശതാബ്ദിയോടനുബന്ധിച്ച് തീരുമാനമെടുത്ത ഒട്ടനവധി പ്രവർത്തനങ്ങളിൽ പ്രധാനപ്പെട്ട സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ തുടങ്ങുവാനും അതുവഴി ഇതര
അതുവഴി ആതുര സേവന രംഗത്ത് രംഗത്തിൽ മുന്നേറ്റം നടത്തുവാനും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിന്റെ 1-2 കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കാം. സത്യത്തിൽ ആലപ്പുഴയിൽ തന്നെയല്ല മറ്റൊരു ജില്ലയിൽ പോലും എൻ്റെ അഭിപ്രായത്തിൽ SSLCക്ക് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ഏകജാലകത്തിൽ കിട്ടിയില്ലെങ്കിൽ വേറൊരു സ്കൂളിലും അഡ്മിഷൻ കിട്ടാൻ സാധ്യതയില്ല. ആ സ്കൂളിൽ കിട്ടാൻ സാധ്യതയില്ല. പക്ഷേ നമ്മുടെ സംഘത്തിന്റെ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം, പ്രത്യേകിച്ചും പ്രസിഡന്റ് കൂടിയായ മാനേജറുടെ താല്പര്യം മുൻനിർത്തി മാത്രം 10ാം ക്ലാസ്സിൽ നമ്മുടെ സ്കൂളിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഏതൊരു കുട്ടിക്കും അഡ്മിഷൻ കൊടുത്തുകൊണ്ട് രജനത്ത് വലിയൊരു മാതൃകയാണ് കാണിച്ചിട്ടുള്ളത്. അത് ഒരുത്ത സ്കൂളിൽ പോലും അങ്ങനെ നടത്തിയിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. അതുപോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ പ്രോ വൈസ് ചാൻസലർ ബഹുമാനിയായ ഷീന ഷുക്കൂർ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. സ്കൂളുകളിൽ മാനേജ്മെന്റ് സ്കൂളുകളിൽ മാനേജരും അധ്യാപകരും വിദ്യാർത്ഥികളും ഇന്ററാക്ഷൻ, അതുപോലെ യോഗങ്ങൾ എല്ലാം സംഘടിപ്പിച്ച് അവരുമായി എല്ലാ കാര്യങ്ങളും ഇടപെടണമെന്നും മറ്റുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണമെന്നൊക്കെ ഉദ്ഘാടന പ്രസംഗത്തിൽ മാന്യ വ്യക്തിത്വം പറയുകയുണ്ടായി. സത്യത്തിൽ എനിക്ക് തോന്നിപ്പോന്നു, നമ്മുടെ സ്കൂളിലെ മാനേജർ ഇവിടുള്ള അധ്യാപകർക്ക് മാത്രമല്ല ഏതാണ്ട് എല്ലാ വിദ്യാർത്ഥികൾക്കും മാനേജറെ അറിയാമെന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അത് തന്നെയായിരിക്കും പേരൻസിനും കുട്ടികൾക്കും അധ്യാപകർക്കും ഉള്ളതെന്ന എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ ഇതിനെ കൂടുതലാൻ പറഞ്ഞ് സംസാരിച്ച് നിങ്ങളെ ക്ഷമയെ പരീക്ഷിക്കുന്നില്ല. എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. ഈ യോഗത്തിന് അധ്യക്ഷ വഹിക്കുന്ന ബഹുമാന്യനായ ലജനത്തുൽ മുഹമ്മദിയയുടെ ജനറൽ സെക്രട്ടറിയും സ്വാഗത സംഘം കൺവീനർ കൂടിയായ ബഹുമാന്യനായ ഹബീബ് മുഹമ്മദ് സാഹിബിനെ ഈ യോഗത്തിന്റെ പേരിലും നവോത്ഥാന സമ്മേളനത്തിന്റെ പേരിലും ലജനത്തുൽ മുഹമ്മദിയയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായും ഞാൻ കൃതജ്ഞത അർപ്പിക്കുന്നു.